ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ട് ക്ലബ് ഹൗസിൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുമായിട്ട് അവരുടെ ട്രിനിറ്റി സംബന്ധമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അവർ ഒരിക്കൽ പറയുന്നത് കേട്ടപ്പോൾ അതുമായിട്ടൊരു സംശയ നിവാരണത്തിനായിട്ട് പോയ ഒരു കോൺവെർസേഷനാണ് നിങ്ങളിനി കേൾക്കാൻ പോകുന്നത്. ഇത് വളരെ ലെങ്തിയാണ്. എന്നാൽ ഈ കോൺവെർസേഷനിൽ അദ്ദേഹം എന്നോട് ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് യഹോവ, എൽ ശദ്ദായി, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുകയും ഞാൻ എൻ്റെ ഐഡിയ പറയുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒന്ന് രണ്ട് പേര് പറയുന്നുണ്ട് യാക്കോബായ സഭയുടെ പറയണം എന്ന്. യാക്കോബായ സഭയുടെ പറയാൻ ഞാനവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ യാക്കോബായ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ആളല്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം എൻ്റെതാണ്. ഇത് സഭയ്ക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സഭ എന്താണ് പറയുന്നത് അതാണ് സഭയിലെ വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇത് വേറൊരു വ്യക്തിയുമായിട്ട് നടന്ന ഒരു കോൺവെർസേഷനാണ്. എന്നാൽ ആ കോൺവെർസേഷൻ മറ്റ് മീഡിയകളിൽ കൂടി വരുന്നതിന് പകരം അത് ഞാൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സംശയമുള്ളവർക്ക് ചിലപ്പോൾ അത് ഉപകാരപ്പെട്ടേക്കാം. പക്ഷേ ഇതിൻ്റെ കണ്ടൻറ്റുമായിട്ട് ഒരു ഫർദർ ഒരു കോൺവെർസേഷന് ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല. പിന്നെ ഇത് പെന്തക്കോസുകാരോ അതുപോലെയുള്ള ആളുകൾ ആരെങ്കിലും വരിക, അവരൊക്കെ ഇതേ കയറി പിടിക്കുകയാണെങ്കിൽ ഞാൻ അതിന് എൻ്റെ കാര്യം ഡിഫെൻഡ് ചെയ്യാം. പക്ഷേ ഞാൻ ചർച്ചിലെ ഹൈറാർക്കിയുമായിട്ടൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പറയാനില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണ്, എന്ത് ഇൻറ്റൻഷനിലാണ് പറയുന്നതെന്നുള്ളത് ക്ലാരിഫൈ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ഞാനത് യൂട്യൂബിൽ ഇത് പബ്ലിഷ് ചെയ്യുകയാണ് ഈ ഒരു കാര്യം. എനിക്ക് മനസ്സിലായിടത്തോളം പഴയ നിയമത്തിൻ്റെ ഞാൻ പഠിച്ച, അല്ലെങ്കിൽ ഞാൻ ഒത്തിരി കാലം അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വർക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ നോക്കുകയും പല കാര്യങ്ങൾ കേൾക്കുകയും പരിശോധിക്കുകയും ചെയ്തതിൻ്റെ അർത്ഥത്തിലാണ് ഞാൻ ആ കാഴ്ചപ്പാട് പറഞ്ഞത്. അതിനെയും കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ, കുറച്ചുകൂടെ പെർഫെക്റ്റായിട്ട് പറയാമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാമായിരുന്നു. അപ്പം ഇതിനെ ആ ഒരു രീതിയിൽ മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഇത് എക്സിറ്റ് ചെയ്ത് പോവുക. നിങ്ങളിത് കേൾക്കുന്നതും നിങ്ങളിത് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതും അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഈ വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രം കാണാൻ. കാരണം ഇതൊരു സീരിയസ് കോൺവെർസേഷനാണ്. എന്തോ ആ വ്യക്തിയോട് മാത്രം ഇത് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ആ വ്യക്തി അവിടെ കുറേ ആളുകളുണ്ടായിരുന്നു, പക്ഷെ ആരും ഇൻ്ററപ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് പല കാര്യങ്ങളും സംസാരിക്കാൻ പറ്റി. അദ്ദേഹം ഒരു വണ്ണസ് ആണോ എന്ന് എനിക്ക്, ട്രിനിറ്റി ഒന്നും പുള്ളി വിശ്വസിക്കുന്ന ആളല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയുമായിട്ടാണ് ഈ കോൺവെർസേഷൻ നടത്തിയത്. പക്ഷേ അദ്ദേഹം വിശ്വസിക്കുന്നതിൽ അദ്ദേഹം പൂർണ്ണമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള നന്ദി, ഈ സമയം ചെലവഴിച്ചതിനുള്ള നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അവിടെ സഹകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാറ്റച്ചായന്, എസ് ജെ പാസ്റ്റർ, എക്സ് റോമൻ എന്ന് പറയുന്ന വ്യക്തിയെ, നമ്മുടെ ഈപ്പച്ചായന്, അങ്ങനെ കുറേ ആളുകളുണ്ട് അവരോട് സ്റ്റേജിലുണ്ടായിരുന്നു. അപ്പോൾ അവരോടെല്ലാം ഉള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം കേൾക്കാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. മേ ഗോഡ് ബ്ലസ് യു. എൻജോയ് ദ ഷോ. ചെറിയ ബൈജു എണീറ്റിട്ടുണ്ട്, വിളിച്ചു വരുത്തിയാണ്. എന്താന്ന് വെച്ചാൽ ചോദിച്ചു. ബൈജു ബ്രദറെ, ഇന്നാളെ ഇവിടെ ഇരുന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞു യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോഴത്തേക്ക് മേളിലെ പിതാവും പരിശുദ്ധരുമായ ഉള്ളെന്ന് പറഞ്ഞില്ല, അങ്ങനെ വിശ്വസിക്കുന്നു പറഞ്ഞില്ല.
ആ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഞാനത് എന്താണ് ഞാൻ പറയാൻ വരുന്നതിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞതാ. കാരണം യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോ സ്വർഗത്തില് പിതാവും പരിശുദ്ധാത്മാവുമേ ഉണ്ടായിരുന്നുള്ളെന്നാ പറഞ്ഞത്. കറക്റ്റ്. പിന്നീട് നമുക്ക് കർത്താവില് അപ്പം അതായത് പുള്ളി, അതായത് പുത്രൻ മൊത്തത്തിൽ ഇറങ്ങി പോകുന്നു. 3.5 വർഷം പുള്ളി ഇവിടെയായിരുന്നു. 3.5 അല്ല, 33. 33.5 വർഷം. കറക്റ്റ്. എന്റെ തിരുത്തിയതിൽ സന്തോഷം. 33 വർഷം. എനിക്ക് അത് ഞാൻ കേട്ടത്. അപ്പൊ അത് ലൈജു പാസ്റ്റർ ശരിവെച്ചായിരുന്നല്ലോ. ഇല്ലേ? അല്ലല്ല, അവിടെ നിന്ന് നിങ്ങൾ അന്ന് സംസാരം വയ്ക്കുമ്പോ ലൈജു പാസ്റ്റർ ഇത് ശരിവെച്ചായിരുന്നല്ലോ, വെച്ചില്ലേ? നിങ്ങൾ ആ പറഞ്ഞ കാര്യത്തിന് പുള്ളി എൻഡോഴ്സ് ചെയ്തായിരുന്നല്ലോ. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നത് ലൈജു പാസ്റ്റർ അത് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനകത്ത് ലൈജു പാസ്റ്റർ മാറ്റി പറഞ്ഞോ പിടിച്ചോന്നുള്ളതല്ല, ഞാൻ കറക്റ്റായിട്ട് അവിടെ നിന്ന് കേട്ടു. ഞാൻ കേറി വന്ന് ഈ വിഷയം എനിക്ക് അവിടെ വെച്ച് ക്ലാരിഫൈ ചെയ്യണമെന്ന് വെച്ചാണ് ഇരുന്നത്. പക്ഷെ ഏതായാലും അന്നത്തെ നിങ്ങളുണ്ടായിരുന്ന ആ റൂം നിങ്ങൾ പോയിന്ന് റീപ്ലൈ കേൾക്കണം. മറ്റുള്ളവർ ഇതെനിക്ക് തോന്നുന്നു ഒരാഴ്ചക്ക് മുമ്പ് നടന്ന സംഭവമാണെന്നാണ് എൻ്റെ തോന്നൽ. ഞാൻ കഴിഞ്ഞ് പല പ്രാവശ്യവും ബൈജി ബ്രദറിനോട് ഈ അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റ് ആണോ എന്ന് ചോദിക്കാനായിട്ട് വന്നത്, പക്ഷെ സാധിച്ചില്ല. അപ്പൊ ഇന്നത് ക്ലിയർ ചെയ്തതിന് സന്തോഷം. താങ്ക് യു. അല്ല, അപ്പൊ ഇതിനകത്ത് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ ബൈജു ബ്രദർ പുത്രൻ താഴോട്ട് മുത്തത്തി വന്നപ്പോ പരിശുദ്ധാത്മാവ് മുകളിലുണ്ടായിരുന്നെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇത് ഈ ബൈജു ബ്രദറിനെ പിടിക്കണ്ട. ഇത് പുത്രന്റെ ജഡാവതാരമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും ബന്ധക്കോസുകാർ, എന്റെ കിളി പോയി അന്നേരം. പക്ഷെ ഇനിയിപ്പോ ഇവരെല്ലാം നാളെ മാറ്റി പറയുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഷിബുച്ചായം പറയുന്ന ക്രിസ്റ്റോളജി കറക്റ്റ് ആണ് സാറ്. ഞാനതൊന്നും എന്റെ വിഷയമല്ല സാറ്. ശിവച്ചായൻ എന്ത് ക്രിസ്റ്റോളജി പിശാശാണ് പറഞ്ഞത്. യഹോവ പിശാശായെന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ എല്ലാം കിളി പോയി നടക്കും. സാർ യഹോവ പിശാചാണെന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ വകുപ്പില്ലയോ? അതുപോലെയാണ് ഇത്. ഇതും തോന്നുന്നു അത് ബൈജുവിന്റെ അഭിപ്രായം പറഞ്ഞില്ലേ? ബൈജുവിന്റെ അഭിപ്രായം നിങ്ങൾക്ക് മാത്രം നിങ്ങളുടേതായ തിയോളജി പറയാൻ, ഞങ്ങൾക്ക് എനിക്ക് കുഴപ്പമില്ല സാറേ. ഞാൻ ചോദിക്കാം, ഞാനതിന് എനിക്കെന്താ കുഴപ്പം? നിങ്ങളുടെ തിയോളജികൾ പറഞ്ഞതിന്റെ കുഴപ്പം. അഭിപ്രായം പറഞ്ഞത് ബൈജു അല്ലേ? ബൈജുവിനെ പിടിച്ചാ ബൈജുവിനെ പിടിച്ച് അല്ലല്ല, അങ്ങനെയല്ല. ഇതിന് വന്ന് എന്നാ പറഞ്ഞേ, കൂട്ടുപ്രതികൾ ഉണ്ട് അതിനകത്ത്. ബൈജു എന്ന് പറഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ 2-3 പേര് സൈഡിൽ നിന്ന് ബൈജു ബ്രദറെ നിങ്ങളെല്ലാം പഠിച്ചു, കറക്റ്റായിട്ട് നമുക്ക് അത് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ചാമ്പി വിടുന്ന കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച കൊള്ള, അടിപൊളിയായിട്ടുണ്ട് സംഭവം ഒത്ത്. എന്റെ ചോദ്യം ഇതപ്പോ കർത്താവ് കുറച്ച് അവിടെ വെച്ചിട്ട് പിന്നെ കുറച്ചിങ്ങോട്ട് പോരുന്നു എന്നാണ് അച്ഛാ വിചാരിക്കുന്നത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പിന്നെ യേശു ക്രിസ്തു അല്ലേ? അല്ലേ ചെറിയാച്ചാ? ഞാനെന്തിനാ പറയുന്നത്? ഇതൊക്കെ ഞാനെന്തിനാ പറയുന്നത്? നിങ്ങളുടെ ചെറിയാച്ചാൻ പറഞ്ഞ ഇന്നാളില് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്, പിന്നെ യേശു ക്രിസ്തു എന്ന് അച്ഛാൻ പണ്ട് പറഞ്ഞ ഞങ്ങളുടെ കിളി പോയി. എവിടെ വെച്ച്? അയ്യോ പറഞ്ഞില്ലേ? അത് ചെറിയ പറഞ്ഞായിരുന്നല്ലോ. എനിവേ സംഗതി എനിക്ക് ആ ട്രിനിറ്റിയുടെ ആ ഒരു ഡെഫിനിഷൻ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ലവ് ഇറ്റ്. അത് സംഭവം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബൈജു ബ്രദറെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് സൂപ്പറാണ്. കാരണം ഇത് ഒരു മനുഷ്യൻ ഇതുണ്ടല്ലോ, ഇത് മാറ്റി പറയത്തില്ല. ഇതാണ് ട്രിനിറ്റി. അച്ഛൻ ട്രീറ്റ് എന്ന് പറഞ്ഞ നമുക്ക് പറയാൻ ഇത് നമുക്കിപ്പോ പോത്തോളജി ഇല്ല, അങ്ങനെയുള്ള ഒരു സാധനം നമ്മുടെ ഇല്ലല്ലോ. ഇതാണ് ഈ പറഞ്ഞ സാധനമാണല്ലോ ട്രിനിറ്റി. അത് നമുക്കത് അച്ഛനെ കിട്ടേണ്ടി എന്ന് പറഞ്ഞ
ഇല്ല നമുക്ക് സാർ നമ്മള് ഇല്ല സാർ ചത്ത് കിടക്കുക നമ്മള് കേൾക്കാൻ ഒരു കൊതി കൊണ്ടാച്ചാ. വേണ്ട സാർ നമുക്ക് ട്രിനിറ്റി ഇല്ല സാർ. നമ്മള് സാധാരണ വെറും പാർട്ടികളല്ലേ. എന്നാലും ഒന്ന് കേക്കട്ടെ അച്ഛാ. ഞങ്ങക്ക് നിങ്ങള് യാക്കോബക്കാരുടെ ട്രിനിറ്റി ഒന്ന് കേക്കട്ടെ അച്ഛാ. എന്ത് നമുക്ക് യാക്കോബക്കാർ ഇപ്പൊ ഒന്നും പറയുന്നില്ല. യാക്കോബക്കാരുടെ ട്രിനിറ്റി യാക്കോബക്കാർക്ക് അറിയാം. ഇതിപ്പം ഒരു കന്യകാമറിയാവുമായിട്ട് ഒരു ബന്ധമില്ലാതെ നിങ്ങൾ കെട്ടിയിറക്കിയപ്പോഴത്തേക്ക് ആ സാധനം വന്ന് ബോധിച്ചുണ്ടായിരുന്നു. ഇതാണ് കളി, മനസ്സിലായോ? ഇതാണ് കളി. ഇങ്ങനെ ഇപ്പൊ ബൈജു പറഞ്ഞതാണ് കറക്റ്റ് ആയിട്ട്. നിങ്ങളുടെ തിയോളജിയിൽ ഫിറ്റ് ആകുന്ന ട്രിനിറ്റിയാണ് ബൈജു ഇറക്കി വിട്ടത്. അത് കറക്റ്റ് ആയിട്ട് ഞാൻ നോക്കിയപ്പോ രണ്ടുപേര് അവിടെ ഇരുന്ന് രണ്ടുപേര് ലൈഫ് ചെറിയാച്ചാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് തെറ്റായിട്ടോ, പാപം. എന്താ? നിങ്ങള് ഒരു മനുഷ്യനെ ശരിയായ ദിശയിലേക്ക് നയിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറഞ്ഞ അവരെ തെറ്റായ ദിശയിലേക്ക് നയിക്കരുത്. ഞാൻ എന്നാ ചെയ്തു? നിങ്ങൾ ഈ പറയുന്ന കാര്യം ശരിയല്ലെന്ന് നിങ്ങൾക്ക് 100% ബോധ്യം. നിങ്ങൾ അത് പറഞ്ഞ് അത് ഈ ആളുകളോട് പറഞ്ഞ് ഈ ആളുകളെ തെറ്റിക്കുന്നത് ശരിയാണ്. നിങ്ങൾക്ക് ഒരു മനസാക്ഷി കുത്തില്ല ചെറിയാച്ച? എനിക്ക് ഒരു കുത്തുമില്ല. കാരണം ഈ സത്യം ഇങ്ങനെ സത്യമായിട്ട് ബൈജു ബ്രദർ വിളിച്ചു പറഞ്ഞ അന്ന് തൊട്ട് അത് എൻഡോഴ്സ് ചെയ്ത് രണ്ടുപേരെ കണ്ടു കഴിഞ്ഞ് ഇവരെ 3 പേരെ കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് കൺഫേം ചെയ്യണമെന്ന് വെച്ച് ഞാനത് കേറി ഇരുന്നിട്ട് എൻഡോഴ്സ് ചെയ്തവരെ ഞാൻ നാളെ കൊണ്ടുവരാം. ചെറിയാച്ചാൻ വരാം. എല്ലാവരും നാളെ മാറ്റി പറയുന്നത് എനിക്കറിയാം. ഞാൻ തെളിവ് അന്നത്തെ റെക്കോർഡിംഗ് എനിക്ക് ചെറിയാച്ചാൻ ഇതാണ് ചെക്ക് വെച്ച മറ്റുള്ളവരെ അക്യൂസ് ചെയ്യുന്ന രീതിയുണ്ട്. എനിക്ക് അക്യൂസേഷൻ ഇല്ല സാറേ. ഇത് നിങ്ങളുടെ തിയോളജിയാണ്. ഞാൻ എന്തിനാ അക്യൂസ് ചെയ്യുന്നത്? ഞാന് അച്ഛൻ പറഞ്ഞ ആരൊക്കെയായിരുന്നു അവരുടെ ഞാൻ നാളെ കൊണ്ടുവന്ന് അച്ഛൻ്റെ മുമ്പ് എന്നെ എന്തിനു കേൾപ്പിക്കുന്നു? ഇതിന് കുഴപ്പമില്ലെന്നത് നിങ്ങൾ പറ. എടാ ഈ പുള്ളി 33 വർഷക്കാലം അവിടെ പിതാവ് പരിശുദ്ധരുമായിട്ട് ഞങ്ങൾ പെന്തക്കോസ്റ്റുകാർ, നിങ്ങൾ യാക്കോബക്കാർ ചിലപ്പോ ഇത് അംഗീകരിക്കും. ഞങ്ങൾ പെന്തക്കോസ്റ്റുകാർ അംഗീകരിക്കുന്ന കേസ് അല്ല. ഞങ്ങൾക്ക് കൃത്യമായ തിയോളജി ഉണ്ട്. ഞങ്ങൾക്ക് കൃത്യമായ തിയോളജി ഉണ്ട്. ഞങ്ങൾക്ക് കൃത്യമായ തിയോളജി ഉണ്ട്. ഞങ്ങൾ ഈ തിയോളജി എടുക്കുന്നവരല്ല. ഞങ്ങൾക്ക് കൃത്യമായ തിയോളജി ഉണ്ട്. നിങ്ങളുടെ കൂട്ട് വെറുതെ എന്തോ ഒരു അച്ഛൻ എഴുതി വെച്ചത് എല്ലാ ഞായറാഴ്ചയും പോയി ചൊരുത്തി കൂട്ടുന്നതല്ല ഞങ്ങളുടെ പരിപാടി. ഞങ്ങൾക്ക് കൃത്യമായ തിയോളജി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. കുമ്പടിയാണോ? അവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്. കുമ്പടിയാണോ? മാറ്റച്ച ഇത് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം ഇതിനകത്ത് പറയാന്. യേശുക്രിസ്തു എന്ന വ്യക്തിയില് വചനം എന്ന ആത്മാവ് പൂർണ്ണമായും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ല പുത്രൻ എന്നുള്ളത് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ സ്വർഗത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ വരുന്ന പ്രശ്നം നമ്മളെ പോലെ എന്ന് പറയുമ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവ് എങ്ങനെ, നമ്മളൊരു പൂർണ്ണ മനുഷ്യൻ നമ്മളായിരിക്കും. നമ്മളിൽ പരിശുദ്ധാത്മാവ് എങ്ങനെയാണോ വസിക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളിൽ എങ്ങനെയാണോ ഉള്ളത്, അതുപോലെ തന്നെ പണ്ടൊരിക്കൽ ജനിച്ച യേശു എന്നൊരു വ്യക്തിയില് പുത്രൻ എന്ന വചനത്തിന്റെ സാന്നിധ്യം അതുപോലെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പരിശുദ്ധാത്മാവെന്ന ആത്മാവും കൂടി വന്നു ചേർന്നു എന്ന് പറയുമ്പോൾ വരുന്ന പ്രശ്നം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്വർഗത്തിലായിരിക്കുന്നു. ഇവിടെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സാന്നിധ്യം ഉള്ള ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നു. ആ മനുഷ്യൻ പിന്നീട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഈ പിതാവിന്റെ പുത്രന്റെ ഒപ്പം ഒരിടത്ത് മാറിയിരിക്കുന്നു എന്നൊരവസ്ഥ വരും. എന്ന് പറഞ്ഞാൽ ആകെ മൊത്തം ടോട്ടല് 4 ആൾക്കാര്. സൂക്ഷിച്ചും കണ്ടും ഒക്കെ എടുക്കുക. ആകെ മൊത്തം ടോട്ടൽ 4 പേരുണ്ട് സഖാക്കളെ. നിങ്ങൾ സൂക്ഷിച്ച് ഇങ്ങനെ എടുക്കൂ. അതാണ് എടുക്കേണ്ട കാര്യമില്ല. ആകെ മൊത്തം ടോട്ടൽ 4 വരത്തില്ല, 3 വരത്തുള്ളൂ. ഇതിനെ കൂട്ടിയാൽ ഇപ്പോൾ 4 ഉണ്ട്. പിന്നെയോ വേറെ ഉണ്ട്. അതിനെ കൂട്ടുമ്പോ 5. ട്രിനിറ്റി ഒന്ന് വിട്ടിട്ട് യഹോവയുടെ കാര്യത്തിൽ ചെറിയാച്ചൻ പറയുന്നത് യഹോവ എന്നത് ഒരു സിംഗിൾ എൻറ്റിറ്റി, ആ എൻറ്റിറ്റി പിശാചുമാണെന്നാണ് അല്ലേ? അല്ലെങ്കിൽ അച്ഛൻ ഇനി പറയുന്നില്ലെങ്കിൽ ചെയ്യുന്നുണ്ടല്ലോ. എന്തോ
ഇനി അഥവാ ഇനി അച്ഛൻ അങ്ങനെ പറയുന്നില്ലെങ്കിൽ പോലും ഈ കേൾക്കുന്നത് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങനെയാണെന്നല്ലേ അച്ഛൻ പറയുന്നത്? മനസ്സിലായില്ല, എനിക്കൊന്നും പിടി വെച്ചെന്ന് പറഞ്ഞു. അല്ല, അച്ഛൻ ഇത് ഡയറക്റ്റ് പറയുന്നില്ല. കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു, ഇത് മാത്രം മനസ്സിലാവുന്നില്ല. എനിക്ക് ചേച്ചിയുടെ കാര്യം കേട്ട് കഴിഞ്ഞാൽ എല്ലാം വളരെ അച്ഛൻ എന്നെ ഒന്നും കൂടെ ചോദിക്കാം. നോക്കൂ, അച്ഛന് യഹോവ എന്നത് ഒരു സിംഗിൾ എൻറ്റിറ്റി, അത് സാത്താനോ അല്ലെങ്കിൽ പിശാചോ ആണ് അല്ലേ എന്നാണ് ചോദിച്ചത്. അച്ഛൻ പറഞ്ഞു സാത്താന പിശാചോ ആണോ? യഹോവ എന്നതൊരു സിംഗിൾ എൻറ്റിറ്റി, അത് മനസ്സിലായല്ലോ. അത് അല്ലെങ്കിൽ പിശാച് അല്ലെങ്കിൽ സാത്താനാണ്. കാരണം നിങ്ങൾ പിശാചാണോ സാത്താൻ എന്ന വാക്കാണോ ഏതാ? ഞാൻ അതിനെ ഇച്ചിരി ഓമനത്തൊരു മൊഞ്ചുള്ള പേര് വിളിക്കുമ്പോ ഞാൻ ആഗൽക്കർസ എന്ന് വിളിക്കും. അതായത് എന്റെ സ്റ്റാൻഡിൽ നിന്ന് നോക്കുമ്പോൾ ആഗൽക്കർസോ എന്ന് വിളിക്കും, അല്ലെങ്കിൽ പരീക്ഷകൻ എന്ന് നമുക്ക് വിളിക്കാം. കാരണം അതാണ് ആ പുള്ളി മൊത്തത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ചോദിക്കുവാണ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരായിരിക്കും കറക്റ്റായിട്ട്. പക്ഷെ അതിനിടയ്ക്ക് വേറെ അൽഗുൽത്ത് പാർട്ടികൾ അതിനകത്ത് കയറി ഇടപെടാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബൈജു ബ്രദറിന് വേണ്ടിയിട്ട് ഞാനത് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ വേറെ ആരും ഇടപെടാൻ പറ്റില്ല. ഏതാ അന്നേരം ആ പരിപാടി പെട്ടെന്നൊന്നും ഇടപെടാൻ സാധ്യതയുള്ളൂ ഞാൻ. അപ്പൊ ഞാൻ മിണ്ടായിരിക്കും. സണ്ണ് എന്തായാലും തല്ലിക്കൊന്നാലും മിണ്ടത്തില്ല. അല്ല, അങ്ങനെ മിണ്ടായിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതായത് അല്ല, മാറ്റം ഉണ്ടായിരുന്നോ? ഇനിയും ചില കാര്യത്തിൽ ഞാനിത് പറയുന്നത് സ്വന്തം ഇത് പറയല്ല, സുറിയാനി സഭയുടെ വിശ്വാസം. അങ്ങനെ അത് നമ്മളിപ്പോ സുറിയാനി സഭയുടെ ഒന്നല്ല, ഞാൻ ചെറിയാൻ ജേക്കബ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് പറയുന്നത്. മനസ്സിലായോ? അല്ല, ഞാൻ സുറിയാനി സഭയുടെ പറയാം, ഞാൻ സുറിയാനി സഭയുടെ പാത്രിക്കീസാണ്. പക്ഷെ അത് പറയാനായിട്ട് അവിടെ സുന്നൂതത്തുണ്ട്, മെത്രാച്ചനുണ്ട്, സാമാനുണ്ട്, ഇതെല്ലാം ഉണ്ട്. അവർ പറഞ്ഞു. അവർ ഒന്നാമത്തെ കാര്യം അവരിതൊന്നും പറയാൻ പോകത്തില്ല. കാരണം ഇതൊന്നും അവരുടെ ഏരിയയേ അല്ല. മനസ്സിലായോ? നമ്മൾ ഹോളി ട്രിനിറ്റിയെ വർഷിപ്പ് ചെയ്യുന്നത് നമുക്ക് എന്തിനാ യഹോവയായിട്ട് ഒന്നുമില്ല. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിക്കും. അങ്ങനെ ഇത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കഥ. ഇതൊരു കഥയാണ് സാർ. ഇതൊരു രാമായണ കഥയാണ്, ഭാഗവതം കഥയാണ് സംഭവം. 10-25 മിനിറ്റ് അത്ര സമയം. ഇതൊരു രാമായണം, ഒരു കഥ എഴുതാനുള്ള കഥയുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മൂളി കേൾക്കണം, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആൻസർ വേണം, എങ്കിലും പറയാൻ പറ്റും. ഇത് നിങ്ങൾ ഒരു സിംഗിൾ എൻറ്റിറ്റി അല്ലേ? മിനിമം അതെങ്കിലും പറ. സാത്താനാണോ പിശാചാണോ ഇനി പരീക്ഷകനാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇത് ഒരാളല്ലേ? നിങ്ങൾ ഈ പറയുന്ന ഈ പ്രശ്നക്കാരൻ പാർട്ടിയാണെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ അതൊരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഈ ബൈബിളിനകത്ത് ഇപ്പൊ ഇസ്രായേലിനെ വിടുവിച്ചു കൊണ്ടുവന്നത് അത് ദൈവമാണ്, സർവശക്തനായ ദൈവമാണ് വിടുവിച്ചുകൊണ്ട് വരുന്നത്. അതിനിടയ്ക്ക് പോയിട്ട് ഉടായ്പ് കാണിക്കുക, വൽഗുൽത്ത് കാണിക്കുക, വെള്ളത്തിനകത്ത് വിഷം കലക്കുക, ഇത്തരം കഥകളൊക്കെ കാണിച്ച് കുറച്ച് പാർട്ടിയുണ്ട്. അതിന്റെ പേരാണ് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അതിനെ രണ്ടിനെ നമ്മൾ എടുത്ത് നമ്മൾ സൈഡ് വഴി വെക്കും. എവനെതിരെ കൂടിയാണ് അവൻ കേറിയത്, യവൻ എന്തുകൊണ്ടാണ് രണ്ട് അത്യുന്നതന്മാരുണ്ട് മുകളിൽ. ഒരാള് നല്ല പ്രവൃത്തി ചെയ്യും, ഒരാൾ അനിയന, അമ്മയുടെ ചേട്ടത്തിയുടെ അനിയനല്ലെന്നേ. അവൻ അയാൾ അക്കരെ കിടന്ന പാർട്ടിയാണ്, നമ്മുടെ ആളല്ലെന്ന്. ഇത് ശരിക്കും പറഞ്ഞ കുടുംബത്തിൽ പറഞ്ഞ സാധനമാണ്, അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. എന്തൊരു പറഞ്ഞിട്ടില്ലേ? ചെറിയ ചോദ്യമില്ല. കുടുംബത്തിൽ പറഞ്ഞ ആളായാൽ ഇങ്ങനെ ചെയ്യത്തില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇവിടെയാണ് ഓക്കെ. ഈ അച്ഛൻ ഇതൊന്ന് കേൾക്കേ. എന്റെ പ്രകാരത്തിൽ ഞാൻ മനസ്സിലാക്കിയത് എന്റെ സ്വന്തം കാര്യമാണ്. ഇപ്പൊ ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്, അതൊന്നും ഇനി വേറെ ആരെ മേലെ ഇടരുത് അച്ഛൻ. അപ്പൊ ഇത് യഹോവ എന്നത് പിതാവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ്. ഞാൻ അത് എടുക്കുകയാണ്. അത് കാരണം ഇങ്ങനെ ഇടയ്ക്കിരിക്കുന്നോണ്ടാണ്. ഇത് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു ചരക്ക് ഇതിനിടയ്ക്ക് ഈ പേരും കൊണ്ടിരിക്കുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ യഹോവ നിങ്ങൾ എന്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. അച്ഛൻ്റെ ഡൗട്ടുള്ള അല്ലെങ്കിൽ അടുത്ത വാക്ക് ഇവിടെ
ഒരു പിതാവെ പ്രതിനിധീകരിക്കുന്ന ഒരു വാക്കായിട്ട് ഈ വാക്യം നമ്മൾ ആദ്യമായിട്ടൊന്നും കാണുമ്പോൾ പോലും ഒരിടത്തും, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഇൻസിഡന്റ് വന്ന ആത്മാവല്ല രണ്ടാമത് വരുന്നത്, രണ്ടാമതോ മൂന്നാമതോ വന്ന ആത്മാവല്ല നാലാമത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അച്ഛനെ കേൾക്ക്. അപ്പൊ യഹോ എന്ന വാക്ക് കാണുന്നിടത്തൊക്കെ തന്നെ ഇടപെട്ടിട്ടുള്ള വ്യക്തികള് പലതാണ്. ഇതിനകത്ത് കേൾക്ക്, ഇത് കേൾക്ക്. നിങ്ങൾ പറയുന്നല്ല, നിങ്ങൾ പറഞ്ഞത് പിശാച് ഇടപെട്ടു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനല്ല. ദൈവം തന്റെ അതോറിറ്റിയില് വെച്ചിട്ടുള്ള വ്യവസ്ഥയ്ക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ ഞാൻ അതിന് വേറെ വാക്ക് ഉപയോഗിക്കുന്നു, ദൈവത്തിൻ്റെതായ ഭരണ നിർവഹണം അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, അതിന് പ്രകാരം ദൂതന്മാര് ഇടപെട്ടിട്ടുണ്ട്. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് പലയിടത്തും കാണാം. അവര് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അവിടെ യഹോവ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഓരോ സംഭവങ്ങളുടെ അടിസ്ഥാനത്തില്, പക്ഷെ ഈ വാക്ക് തള്ളരുത്. യഹോവ എന്നുള്ള വാക്ക് പിതാവിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ദൂതന്മാര് ഇടപെട്ടിട്ടുള്ളത്. ഇവിടെ ഒരിടത്ത് പോലും സാത്താൻ വന്നിട്ടില്ല. പക്ഷെങ്കിൽ ഇടപെട്ടിട്ടുള്ള ആത്മാക്കൾ ഡിഫറൻ്റ് ആണ്. ഒന്നാമത് വന്ന ദൂതനാവില്ല, രണ്ടാമതോ മൂന്നാമതോ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ സംഭവിക്കുന്ന കാര്യം ദൈവം തന്റെ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് മനുഷ്യരെ നടത്താനായിട്ടോ അല്ലെങ്കിൽ അവരോട് ഇടപെടാനായിട്ടോ ഒരു ദൂതനെ അസൈൻ ചെയ്യുമ്പോൾ ആ ദൂതൻ തന്റെ സ്വഭാവത്തിനനുസരിച്ച് മനുഷ്യരോട് ഇടപെട്ടിട്ടുണ്ട്. എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാൻ പറയുന്നത്. ഇത് ഒരിക്കലും പിശാചാകുന്നില്ല. കാര്യനിർവഹണത്തെ ഏറ്റെടുക്കാൻ പാകത്തിന് സാത്താൻ ശക്തി പ്രാപിച്ചിട്ടും ഇല്ല. മരുഭൂമിയിൽ കൂടി ഇസ്രായേൽ ജനത നടത്തിക്കൊണ്ടുവരുന്നത് ദൈവം തന്നെയാണ്. അതിന് നിങ്ങൾ പറഞ്ഞ പാർട്ട് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ. അതായത് നിങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ ഭരണ നിർവഹണത്തില്, അതായത് പിതാവാൻ ദൈവത്തിന് എടുക്കാവുന്ന ഒരു പേരാണ് യഹോവ. എനിക്ക് അതിനോട് ഡിസഗ്രിമെന്റ് ഒന്നുമില്ല. പക്ഷേ ഈ ദൈവത്തിന്റെ ഭരണ നിർവഹണത്തില് പല ദൂതന്മാരും ഇടപെട്ടിട്ടുണ്ട്. അവരൊക്കെ ചെയ്ത പല കാര്യം യഹോവയുടെ പേരിലാണ് ഇരിക്കുന്നത്. അല്ലയോ? അല്ലേ? അതെ, ദൈവം അത്രയും മതി. അവിടെ കൊണ്ട് കേസ് ക്ലോസ് ചെയ്തു സാറേ. അതായത് ഈ ബൈബിളില് അടിയൊട്ട് മുടി വരെ കാണുന്ന മുഴുവൻ കാര്യങ്ങളും പിതാവാൻ ദൈവം നേരിട്ട് ചെയ്ത കാര്യങ്ങളല്ല, പിതാവാൻ ദൈവത്തിന്റെ നേരിട്ടുള്ള വെളിപ്പാടുകളല്ല. അവിടെയാണ് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റാണ്. അപ്പോൾ അവിടെ വരുമ്പോഴാണ് ഈ ദൂതന്മാരിടപെട്ട് ഉണ്ടാക്കിയ ഉടായ്പും ഇവിടെ ഉണ്ടാക്കിയ സംക്രമവുമാണ് ഈ പഴയ നിയമത്തിന്റെ ഒട്ടനീളം കാണുന്നത്. പക്ഷെ അത് മുഴുവൻ കൊണ്ട് പിതാവാം ദൈവത്തിന്റെ പുറത്ത് ആരോപിച്ചാണ് എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ സോളാ സ്ക്രിപ്ചർ എന്ന സാധനം എടുത്ത് കൊണ്ടുവന്ന് വിഴുങ്ങുമ്പോൾ ഇത് മുഴുവൻ പിതാവാം ദൈവം അവിടെ ഇരുന്ന് ചെയ്ത പോലെയാണ് ഒക്കറി ചെയ്യുന്നത്. അത് നമ്മൾ അംഗീകരിക്കത്തില്ല. അവിടെയാണ് നമ്മൾ എന്നാ പറയും, ദൈവത്തിൻ്റെതല്ലാത്ത പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ മനുഷ്യന്റെയും, അതായത് അസൂയക്കാരന്റെയും പാഷാണ്ടിയുടെയും ഒക്കെ രീതിയിൽ അവിടെ ചെയ്ത കാര്യം പറയുമ്പോൾ ഞങ്ങൾ പറയും ആദ്യ പിശാചാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും പിതാവാൻ ദൈവത്തിന് ഒരു സ്ഥലത്തും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പിശാച് എന്ന് പറഞ്ഞത് നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഡെഫിനിഷൻ പ്രകാരം ആ പരിപാടി കാണിച്ച ദൂതന്മാരെയാണ് ഈ പറയുന്നത്. അല്ലാതെ ഞങ്ങൾ പിതാവാൻ ദൈവത്തിനെ ഒന്നും ഞങ്ങൾ കയറി പറയത്തില്ല. അതുകൊണ്ട് പിതാവാം ദൈവത്തിനെ പിതാവാം ദൈവത്തിനെ പറയാൻ എന്ന് പറഞ്ഞാൽ ദൈവം കരുണയുള്ള സ്നേഹവാനായ ദൈവമാണ് തുടക്കം മുതൽ. ആ ദൈവത്തിന് സ്നേഹം മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ ഈ ഉടായ്പ പാർട്ടികൾ വന്ന് കാണിക്കുന്നത്. ഇത് യാക്കോബായ തിയോളജി അല്ലേ? യാക്കോബായ ചർച്ചിന്റെ തിയോളജിയാണോ അതോ ചെറിയ? ഞാൻ അങ്ങനെയൊന്നും, ഞാൻ ആദ്യം ഇവിടെ പറഞ്ഞത് ഇപ്പത്തെ ഇവിടെ രണ്ട് പേരാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് ബൈജു എന്ന വ്യക്തി, അദ്ദേഹം സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത സ്പെഷ്യൽ സാധനം പറഞ്ഞു. ഞാൻ എന്റേത് ചെറിയാൻ ജേക്കബിൻ്റെത് ഞാനും പറഞ്ഞു.
ഇവിടെ ഈ പർട്ടിക്കുലർ കാര്യത്തിൽ ബൈജു പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പില്ല. ബൈജു പറഞ്ഞ ആ കാര്യത്തോട് ഞാൻ അറിഞ്ഞിട്ട് ഈ യാക്കോബ സഭയുടെ ലിറ്റർജി ആണെന്ന് ഞാൻ അറിഞ്ഞിട്ട് ഉള്ളതാണോ? അതല്ല, ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വിഷയത്തില് ഞാനും ബൈജു ബ്രദറും കൂടെ സംസാരിക്കുകയുള്ളൂ. വേറെ ഒരു പാർട്ടി ഇടപെട്ട പിന്നെ നിങ്ങൾ എന്തിന് ഇടപെട്ട്? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഊച്ചായി പോയി, അത് നമ്മൾ നിർത്തി കേട്ടോ. ബൈജു ബ്രദറെ ഇവിടെ പിതാവായ ദൈവം അറിയാതെ സാത്താൻ ഇടപെട്ടു എന്നാണ് ജിജിക്കാര് അല്ലെങ്കിൽ ചെറിയാച്ചനൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇവിടെ സാത്താനാണെന്ന് പറയുന്നില്ല, സാത്താൻ ഇടപെട്ടിട്ടേ ഇല്ല. ഒരു സ്നേഹമുണ്ട്. റെഫറൻസ് ഓർക്കുന്നില്ല, ഒരു വാക്ക് ഞാൻ പറയാം. കാരണം നടത്തുന്ന ദൂതന്മാര് നമ്മൾക്ക് മുമ്പായി പോകുമ്പോൾ അവന്റെ വാക്കനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ദൂതൻ നിങ്ങളെ ശിക്ഷിക്കും എന്നൊരു വാക്യം പഴയ നിയമത്തിൽ എവിടെയോ കിടപ്പുണ്ട്. ഞാനത് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം അത് തന്നെയല്ല ഇപ്പൊ അച്ഛൻ പറഞ്ഞ പിതാവായ ദൈവം അല്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് പിതാവായ ദൈവം ഡയറക്റ്റ് ഇടപെട്ടിട്ടുള്ളത്? നമ്മൾ ബൈബിൾ വായിച്ച ഒരിടത്ത് പോലും പിതാവായ ദൈവം ഡയറക്റ്റ് ഇടപെട്ടില്ല. എല്ലാ കാര്യങ്ങളും ദൈവം മറ്റു ആൾക്കാരിൽ കൂടിയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഞാൻ അവിടെ അതൊക്കെ നമ്മുടെ സീക്രട്ട് കാര്യങ്ങളാണ്. അതൊന്നും ഇപ്പൊ ഇവിടെ നമ്മൾ പറയത്തില്ല. എന്നാലും ബൈജു പാസ് പക്ഷെ എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളൊരു യഥാർത്ഥത്തിലൊരു ശരിയായ ഒരു പെന്തക്കോസ്ത് കാരന്റെ ഒരു നല്ല ക്വാളിറ്റീസ് ഉണ്ട്. കാരണം ആ യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ, അതായത് പുത്രൻ ഭൂമിയിലായിരുന്ന കാലത്ത് നിങ്ങൾ ഭയങ്കര ഇതാണ്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യം പെന്തക്കോസുകാർക്ക് പിടികിട്ടി അവര് പിന്നെ ജിജിക്കാരുമായിട്ട് വഴക്ക് കുടിക്കാൻ പോകത്തില്ല. മനസ്സിലായില്ലേ? ജിജിക്കാര് പറയുന്നത് എന്താ? ജിജിക്കാര് പറയുന്നത് എന്ത് പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സിംഗിൾ എൻറ്റിറ്റീവ് ആണ് അച്ഛാ. അത് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇതിൽ നിന്ന് അച്ഛൻ എസ്കേപ്പ് ആവാതിരിക്കാൻ വേണ്ടി ചോദിച്ചത്. യഹോവ എന്നത് അച്ഛൻ സിംഗിൾ എൻറ്റിറ്റിയാണ്. പിന്നീട് ഞാനിപ്പോ നിങ്ങളോട് രണ്ടൊന്ന് ചോദ്യം ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ ഇൻട്രോസ്പെക്ട് ചെയ്യുക. നിങ്ങൾ ഇത്ര കണ്ടുപിടിച്ചില്ല, നിങ്ങൾക്ക് ബാക്കി കണ്ടുപിടിക്കാൻ പറ്റും. ഇത് വെരി സിമ്പിൾ ആയിട്ട്. ഈ അബ്രഹാം എവിടെയുള്ള ആളാണ്? അബ്രഹാം ബാബിലോണിയ പ്രദേശത്തുള്ള ഒരു മനുഷ്യനായിരുന്നു. ബാബിലോണിയ പ്രദേശത്ത്, അതായത് കൽദയ ദേശക്കാരൻ അല്ലേ? ആണല്ലോ. ഇപ്പൊ കൽദയ ദേശത്തിന് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ബാബിലോൺ എന്ന് പറയുന്ന ആ സ്ഥലത്ത് അവർക്കൊരു ഡേറ്റ് ഉണ്ടല്ലോ. ഒന്നല്ല, ഒത്തിരി ഉണ്ട്. അതിനകത്ത് ഒരെണ്ണം ഏതായാലും ഈ പുള്ളി ചെയ്യുന്നു. അപ്പൊ കൽദയ ദേശത്തല്ലേ, അതായത് അബ്രഹാം, അതല്ലേ പറയട്ടെ നിങ്ങൾക്കിത് മനസ്സിലാവാൻ വേണ്ടി. കാരണം ഇവർക്കാർക്ക് നമുക്കൊരു കാര്യം ചെയ്യും, ഇവരുടെ കണ്ണ് കെട്ടാം. ഓം ഹ്രീം കരകരാം കൃകരയും കുറുകുറുയും എല്ലാത്തിനെയും കണ്ണ് കെട്ടിയത്. ഒന്നും കേൾക്കണ, ചെവിയും കൂടെ പൊത്തിയത് കേട്ടോ. ബൈജു ബ്രദർ മാത്രം കേട്ടാൽ ബാക്കിയുള്ള എല്ലാം നമുക്ക് കൂട്ടി വെച്ചിരിക്കുക കേട്ടോ. നമ്മൾ മന്ത്രം ജപിച്ചിരിക്കുക. ഇനി ഇവരാരെങ്കിലും ഇന്ത്യ നമുക്ക് ശരിയാക്കാം ബാക്കി. അപ്പം ഈ അബ്രഹാം ഇപ്പം ബൈജു ബ്രദർ ജനിച്ചത് എവിടെയാ? നാട്ടിലൊക്കെ കേരളത്തിലെവിടെയാ? ഏകദേശം ജില്ല കുറഞ്ഞു. അത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ പിതാക്കന്മാരുടെ സ്ഥലം എവിടെയാ? കൊല്ലവാ അല്ലേ? ഇപ്പൊ നിങ്ങള് കൊല്ലത്താണോ? നിങ്ങളിപ്പോ എവിടെയാ? ഏത് രാജ്യത്ത്? ഞാനിപ്പോ അവിടെ ഇല്ല, ഞാൻ പുറത്താ. ഓക്കെ, പുറത്താ. അപ്പൊ നിങ്ങൾ ആ രാജ്യത്ത് പോയത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം പോയതാ ആണല്ലോ. അതല്ലെങ്കിൽ വേറൊരാൾക്ക് നിങ്ങളെ വിളിക്കാം, ബൈജു ബ്രദറെ ഇങ്ങി പോരും, ഞാൻ നിങ്ങളെ നോക്കിക്കോളാം. ഈ അബ്രഹാമിനോട് ശരിക്കും പറഞ്ഞാൽ അവൻ ജീവിക്കേണ്ട സ്ഥലം ഈ കൽദയ ദേശത്താണ്. അതാണ് അവന്റെ പിതാക്കന്മാരുടെ സ്ഥലം. അവൻ നീ വേറൊരു സ്ഥലത്തോട്ട് ഞാൻ അവിടെ നിനക്ക് തരാം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ പറയുന്ന എൻറ്റിറ്റി ഇത് ഈ ടെറിട്ടറിയുടെ ആളാണോ?
പുറത്തുള്ള ഒരാളാവണം. പുറത്തുള്ള ആളാണ് ആണല്ലോ. അപ്പൊ ഇത് കൊടുക്കാന്ന് പറയുന്ന ആളുടെ അധികാര പരിധിയിലുള്ള സ്ഥലമല്ല. ഇപ്പൊ ഞാൻ പറയുകയാണ്, ബൈജു ബ്രദറെ ഇങ്ങ് പോര്, ഞാൻ നിങ്ങൾക്ക് എന്റെ ഈ സ്ഥലം തരാം. അല്ല, ഞാൻ ഇവിടുന്ന് പറയത്തില്ല, ബൈജു ബ്രദറെ ഇങ്ങ് പോര്, ഞാന് ആ മാറ്റച്ചായനെ തട്ടിയിട്ട് ഞാൻ ആ സ്ഥലത്തേക്ക് തരാം. മാറ്റച്ചായൻ്റെത് എന്റെ സ്ഥലമല്ല, അത് വേറൊരു സ്ഥലമാണ്. അങ്ങനെ പറയാൻ വകുപ്പില്ലല്ലോ. സ്വാഭാവികമായിട്ട് നമ്മളൊരു ദൈവികമായിട്ട് എടുത്താൽ അങ്ങനെയല്ല നീങ്ങിക്കുന്നത്, അല്ലേ? ഈ ഉദാഹരണത്തിലായിട്ട് ദൈവത്തെ കൂടെ കയറ്റി വെക്കുവാണെങ്കിൽ അത് വൈഡായിട്ട് പറയേണ്ടി വരും. വൈഡായിട്ട് പറഞ്ഞു. നമ്മളൊരു ദൈവികമായിട്ടാണെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഒരു ദൈവമാണ് എന്ന് പറഞ്ഞാൽ ഒരു അതോറിറ്റി ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അത് വിട്, അല്ലെ ട്രംപ് പറയുക, അതായത് നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടുക, ട്രംപ് പറയും, എടാ നീ കൂടുകളൊക്കെ എടുത്തു ഞാൻ നിന്ന് നോക്കിക്കോളാം, ഓക്കെ എന്ന് പറഞ്ഞു. മോദിയുടെ അവിടെ കിടക്കുന്ന ഒരാളാണ്, തെറ്റിലുള്ള ആളാണ്. മോദിയുടെ ടോർച്ചറിങ് പെട്ട ഒരു വ്യക്തിയെ നമ്മളിവിടെ ഇങ്ങനെ എടുക്കുക. അതിവിടെ നമ്മൾ എപ്പോഴും എടുക്കുന്നതാണ്. ആ ഒരു എക്സാമ്പിൾ നമ്മൾ എപ്പോഴും മറ്റു രാജ്യത്ത് ടോർച്ചർ ചെയ്യപ്പെടുവാണെങ്കിൽ ആ ടോർച്ചർ ചെയ്യപ്പെടുന്നവനെ നമ്മളിവിടെ എന്ത് ചെയ്യും? നമ്മൾ അസൈലം കൊടുക്കും. നമ്മൾ അസൈലം കൊടുക്കുമ്പോൾ ആ അസൈലം കൊടുക്കുന്ന രാജ്യമാണ് അവർക്ക് എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ആ വിട്ടുപോരുന്ന രാജ്യം അവർക്ക് ഇവനോട് എന്തെങ്കിലും താല്പര്യമുണ്ട്. അന്ന് അവനിപ്പോ അസൈലത്തിനൊരുത്തം പോവുക, നമ്മുടെ ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ട മാറ്റച്ചായൻ നമ്മള് അമേരിക്കക്ക് അസൈലമായിട്ട് പറഞ്ഞുവിടുക എന്ന് പറഞ്ഞ് അവിടെ ഒരു യാത്രയപ്പോ നടത്തുവോ? ഇല്ല. പെട്ടെന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, നമുക്ക് അച്ഛ ധൃതി ഉണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് യാതൊരു കാര്യവും. ഇത് നമുക്കിതിങ്ങനെ കഥയായിട്ട് പോയാലേ പതുക്കെ പോയാലേ ഉള്ളൂ. ഇത് വല്ല പിടിയിട്ടു. കാരണം നമ്മൾ ഇവരെ ഉറക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇവര് മിണ്ടത്തില്ല. നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഒരു ഇതിൽ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറഞ്ഞു. അതായത് അവരുടെ കണ്ണിന് ഭാരം കൂടുന്നു. മാറ്റച്ചായൻ ഉറങ്ങി, മാറ്റച്ചായൻ ഇറങ്ങി, മാറ്റച്ചായൻ പോയി, എസ് എ പാസ്റ്റർ ഉറങ്ങി, ചെറുമേൽ ഗാഠനിദ്രയിലായി. ജോണിച്ചായൻ ഉറങ്ങി, ഗാഠനിദ്രയിലായി. ഈപ്പച്ചൻ ഉറങ്ങി. ആ പോട്ടെ, ഇല്ല അവരെല്ലാം ഉറക്കിയിട്ടില്ല. പോയി കഴിഞ്ഞാൽ ഇതൊന്നും തീരുക. ഇത് തീർക്കാൻ എനിക്ക് ഒരു പ്ലാനും ഇല്ല. ഇത് ഇന്ന് തീർത്താ പിന്നെ നമ്മൾ നാളെ എന്ത് പറയും? അബ്രഹാമിന്റെ കഥ കേൾക്കണ്ടേ? അബ്രഹാമിന്റെ കഥയല്ലേ കഥ. അപ്പൊ അങ്ങനെ യഹോവയുടെ ടെറിട്ടറിയിൽ ഇരിക്കുന്ന ഒരാളാണ് അബ്രഹാം. ഓക്കെ, ഈ യഹോവയുടെ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ഭാഗം ചെയ്തപ്പോൾ യഹോവയ്ക്ക് വീതം കിട്ടിയത് ഇവിടെ ഇരിക്കുന്ന ഇസ്രായേൽ അല്ല, ആക്ച്വൽ ഇതെന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ ആ സ്ഥലം, അതാണ് യഹോവയുടെ ടെറിട്ടറി. ആ ടെറിട്ടറിയിൽ നിന്ന് വിളിച്ചു വരുത്തുന്ന കനാനിന്റെ ദൈവമാണ് വിളിച്ചു വരുന്നത്. എന്ന് പറഞ്ഞാൽ എൽ സദായി ആണ് വിളിക്കുന്ന, നീ ഇങ്ങ് പോര്, ഞാൻ നിന്നെ കരുതിക്കോളാവുന്നു. അപ്പോൾ ഒറിജിനൽ കവണന്റിൽ അബ്രഹാം ഇരിക്കുന്നത് യഹോവയുടെ ടെറിട്ടറിയിലാണ്. അത് കൽദയ ദേശമാണ്. കൽദയ ദേശത്തിന്റെ ചാർജ് പുള്ളിക്കാണ്, കനാന്റെ ദൈവത്തിനല്ല. കനാലിന്റെ ദൈവം പറയാണ്, നീ ഇങ്ങ് പോര്, നിന്നെ ഞാൻ കരുതിക്കളാം. അൺകണ്ടീഷണലാണ്. ആ അൺകണ്ടീഷണലായിട്ട് അബ്രഹാമിനെ കൊണ്ടുവരുമ്പോൾ യഹോവയ്ക്ക് അതത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അവിടെയാണ് പ്രശ്നങ്ങളുടെ മുഴുവൻ തുടക്കം. മനസ്സിലായോ? യഹോവ ഇവിടെ എൽസദായിയുടെ വാക്ക് കേട്ട് ഒന്നും പറയാതെ തന്റെ ജനത്തെയും തന്റെ പ്രിയപ്പെട്ടവരെയും എല്ലാം വിട്ട് അവൻ യാത്രയായി. ആര്? തന്റെ ഭാര്യയായ സാറായിയെയും ഇതിനെയും കൂട്ടി. അബ്രാം എന്ന പേരിൽ യഹോവയുടെ കൺട്രോളിലിരിക്കുന്ന ആളാണ് ഇപ്പോൾ അവിടുന്ന് പോരുന്നത്. ആ സമയത്ത് ആ വ്യക്തിയാണ് ഈ പോരുന്ന വഴിക്ക് അത് യഹോവയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ കാര്യം. കാരണം യഹോവയുടെ ഇതിൽ നിന്നും ഒരു ആളെ വേറൊരു ടെറിട്ടറിയിലുള്ള ദൈവം എടുത്തോണ്ട് പോവാണ്. കാരണം ഇയാൾക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അബ്രഹാം നീതിമാനാണ്.
അതാണ് ഇവിടെയുള്ള ഒരാൾ കാണുന്നത്. അവൻ നല്ല മനുഷ്യനാണ്, അവനിൽ കൂടി ലോകത്തിന് ഇത് വരണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ, ഈ കൽദയരുടെ സ്ഥലമായ ഊരിലെ അവിടെ നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്നാണ് അബ്രഹാമിനെ ഇങ്ങനെ റെസ്ക്യൂ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസൈലം കൊടുക്കുക. അപ്പോൾ ഈ പാർട്ടി അങ്ങനെ നീ പോയാൽ പറ്റത്തില്ല, നിനക്കിട്ട് ഞാൻ പണിയോട് പണി പണിതു. അതിന്റെ സ്റ്റോറിയാണ് ഇസ്രായേലിന്റെ കഥ. അങ്ങനെ അബ്രഹാമിൽ കൂടി ദൈവം, അതായത് ലോകത്തിന് മുഴുവനും ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ പുതിയ ഒരു കാര്യം ഉണ്ടാക്കാൻ പോകുന്ന ഈ സ്റ്റോറിയിൽ യഹോവ എന്ന എൻറ്റിറ്റിക്ക് തീരെ, അത് അങ്ങേരെ അസൂയക്കാരനാണ്, അങ്ങേരുടെ കയ്യിൽ നിന്ന് ഇതിനെ പിടിച്ചോണ്ട് പോയതിന്റെ ദേഷ്യമാണ്. അവ ചെയ്യാവുന്ന എല്ലാം ചെയ്തു. ഇനിയും എന്തുകൊണ്ട് അബ്രഹാമിന്റെ പേര് മാറ്റിയെന്ന് നിങ്ങൾ നോക്കണം. ആദ്യമായിട്ട് പേര് മാറ്റുന്നതാണ്. നമ്മൾ വേറൊരാളെ നമ്മൾ ദത്തെടുക്കുമ്പോൾ ദത്ത് എടുത്തവൻ പേര് തിരിക്കും. കാരണം അവനെ എടുക്കേണ്ടത് ആവശ്യമാണ്. അവൻ പേര് മാറ്റിയെടുത്തത്. അങ്ങനെ പേര് മാറ്റിയത് രണ്ട് കൂട്ടരെയാണ്. ഒന്ന്, ഇതിനു ശേഷം വീണ്ടും ഈ അബ്രഹാമിനെ ഇവിടെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഇസ്ഹാക്ക് ഉണ്ടാകുന്നു, ഇസ്മായേല് ഇസ്ഹാക്ക്. അത് കഴിഞ്ഞ് യാക്കോബ് ഉണ്ടാകുന്നു. യാക്കോബ് വീണ്ടും ഒരു എക്സൈൽ ജീവാണ് അങ്ങോട്ട്, ലാബാന്റെ അടുത്തേക്ക്. അവനെ അവിടുന്ന് തിരിച്ച് വീണ്ടും ഒരു റീസ്റ്റോർ ചെയ്യുകയാണ് അവനെ. അപ്പൊ അവിടുത്തെ പ്രശ്നം എന്താ അറിയോ? അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ നല്ല ഫൈറ്റ് നടന്നു. അതായത് ഈ പറഞ്ഞ അബ്രഹാമിൽ നിന്ന് ഈ നേടിയെടുത്ത് അവിടുന്ന് തിരിച്ച് ഈ യാക്കോബിനെ ഉഡായിപ്പ് കാണിപ്പിച്ച് അവനെ മാറ്റിയിട്ട് അവനെ വീണ്ടും ഈ ദൈവം തിരിച്ചു കൊണ്ടുവരുവാണ്. എങ്ങോട്ട്? അവനോട് പറഞ്ഞ കനാൻ ദേശത്തേക്ക് അവനെ കൊണ്ടുവരികയാണ്. അവന്റെ വീണ്ടും പേര് മാറ്റേണ്ടി വന്നു. അങ്ങനെ ചരിത്രത്തിൽ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ യു വിൽ സീ ദി അമേസിംഗ് സ്റ്റോറി ഓഫ് ഗോഡ്സ് പ്ലാൻ. അതിലാണ് യേശുക്രിസ്തു വരുന്നത്. അപ്പൊ ഇതിനകത്ത് യഹോവയ്ക്കുള്ള ക്രൂരത കാണിച്ച് യഹോവ കുഴപ്പമല്ല. കാരണം യഹോവയിൽ വരേണ്ടിയിരുന്ന ഒരു അനുഗ്രഹം കനാനിലെ ദൈവം അതെടുത്തു. അല്ല, എൽസദായി അത് ദത്തെടുത്തു. അവനിൽ കൂടി ഈ പറഞ്ഞ കാര്യം നടക്കുകയാണ്. എലോൺ മസ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവൻ ജനിച്ചു വീണത് ഇവിടുത്തെ എന്താ പറയുന്നത്, സൗത്ത് ആഫ്രിക്കയിലാണ്. സൗത്ത് ആഫ്രിക്ക എന്ന രാജ്യത്തിന് യഥാർത്ഥത്തിൽ എലോൺ മസ്ക് എന്ന് പറഞ്ഞ ഇത്ര ഒരു പാർട്ടിയെ ഹോൾഡ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അമേരിക്കയെക്കാൾ വലിയൊരു സംഭവമായിട്ട് സൗത്ത് ആഫ്രിക്ക പോയേനെ. പക്ഷെ അവിടെ നടന്ന വൃത്തികേടും കാര്യങ്ങൾക്കും എല്ലാം പകരം എലോൺ മസ്ക് എന്ന് പറഞ്ഞ പാർട്ടി അമേരിക്കയെ വന്നു. ആൻഡ് ഹി ബിക്കം വെരി ബിഗ്. അവൻ ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞതുപോലെയാണ്. അവിടെയുള്ളവർക്ക് വല്ലതും കുരുപൊട്ടുവോ? പിന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ മേലാഞ്ഞ കാരണം ഒന്നും ചെയ്തില്ല എന്നേ ഉള്ളൂ. അപ്പൊ കറക്റ്റായിട്ട് നമുക്ക് ആ സ്റ്റോറി നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങൾക്ക് മുഴുവനും എവിടെയാണ്, ആരാണ് ഉത്തരവാദി, എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്, എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അല്ലെങ്കിൽ ഇൻകാർണേഷൻ ഉണ്ടാകേണ്ടി വന്നതെന്നും ആ ഇൻകാർണേഷനെ കൂടി എന്താണ് റെസ്റ്റോർ ചെയ്യപ്പെട്ടതെന്നും എന്നുള്ള കാര്യം ഇൻകാർണേഷൻ ഇപ്പൊ ഉണ്ട്. അച്ഛൻ ഇപ്പം പറഞ്ഞതിനകത്തുള്ള ഒന്ന് രണ്ട് പ്രശ്നം ഞാൻ പറയാം. ഇവിടെ ഇപ്പം നോക്കിയേ, ഈ ലക്ഷ്മണകർമ്മണ ഒരു കുന്തം അറിയാതിരുന്ന അബ്രാമിനെ എൽഷായ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി അവിടേക്ക് വിളിക്കുകയാണ്. തൻ്റെ അധീനതയിലിരിക്കുന്ന സ്ഥലത്തേക്ക് വിളിക്കുക. കാണിക്കുന്ന കൊള്ളരുതായ്മ എന്താണെന്ന് നോക്കണം. കാരണം അച്ഛൻ ആരോപിക്കുന്ന പ്രശ്നം എന്താണ്? കനാനിലായിരിക്കുന്നവരെ മൊത്തവും യഹോവ പറഞ്ഞു കൊല്ലിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് വേറെടുത്ത്. അവിടെയാണ് ഈ റിഡാക്ഷന്റെ കേസ് ഇരിക്കുന്നത്. അതായത് നിങ്ങൾ ഇത് നോക്കുമ്പോൾ നിങ്ങളിത് ഈ ഇരുമ്പൊലക്ക ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമില്ല. ഇത് ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണ്. കാരണം എന്നാന്നറിയോ?
കംഫർട്ടബിൾ ആണ്. കാരണം എന്നാണെന്നറിയോ? കാരണം ഞങ്ങൾ ഇരുമ്പലൊക്കെ അങ്ങനെ വിഴുങ്ങാറില്ല. ശരി, നിങ്ങൾ ഈ സോളാ സ്ക്രിപ്ചർ എടുത്ത് വിഴുങ്ങുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം. ശരി അച്ഛാ, ഓക്കെ. ഇനി എന്നാ പിന്നെ അത് തൽക്കാലം മാറ്റി വെച്ചോളാം. അങ്ങനെയാണ് വേറെ പ്രശ്നം. ഈ എൽഷഡായി വിളിക്കുമ്പോൾ ഈ സ്ഥലത്ത് ആൾക്കാരുണ്ടോ ഇല്ലയോ? വിളിക്കുന്ന സ്ഥലത്ത് ആൾക്കാരുണ്ട്. ഉണ്ട്. ഓക്കെ. ഈ അമേരിക്കയിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഒരാൾ കൂടെ വന്നാലും അവർ കൂടെ കൊടുക്കുന്ന സംവിധാനമുണ്ട്. ഓക്കെ, ഇവരെല്ലാം കൊല്ലേണ്ട കാര്യം ഇല്ലെന്ന്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോ ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ ഈ എൽഷഡായിയുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഇവരുടേതായ ആൾക്കാർ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഞാൻ ഒരാളെ വിളിച്ചോണ്ട് വരുന്നുണ്ടെങ്കിൽ എന്റെ ആളുകളെ കൊല്ലുക എന്നുള്ളതല്ല. ഞാൻ അയാളെ കൂടെ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നുകയാണ് ഒരു 2 പിള്ളേരെ ഒന്ന് ദത്തെടുക്കണം. 2 പിള്ളേരെ പ്രായമായിട്ട് ഇവിടെ ഇരിക്കണം. ഓക്കെ, നമുക്ക് 2 പിള്ളേരെ ദത്തെടുക്കണം. പിള്ളേരൊക്കെ ഇത് പോയി നമുക്ക് അതിന് ഞാൻ എന്റെ പിള്ളേരെ കൊന്നു കളയാം. കൊല്ലണ്ട, ഞാൻ പറഞ്ഞ എന്റെ കൈ കാശുണ്ടെങ്കിൽ. അപ്പൊ ഇത് വിളിക്കുന്ന ആരാന്നറിയോ? അതായത് ദത്തെടുക്കാൻ എപ്പോ പോകുന്ന ആളും ദത്തെടുക്കാൻ പോകുന്നവൻ അവൻ ഈ പിള്ളേർക്ക് അല്ലെ ഒരാളെ വന്ന് അവരോട് കരുണ കാണിക്കുന്നതാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അടിമയല്ല, അത് അവരുടെ സന്തോഷമാണ്. മനസ്സിലായോ? ആരെയും കൊല്ലണ്ട. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. വളരെ വിശാലമായ ഒരു ഭൂപ്രദേശമായിരുന്നു. എത്ര പേര് വന്നാലും അഭയാർത്ഥിയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയി താമസിക്കുക, അല്ലെങ്കിൽ അസൈലം നമ്മുടെ മക്കൾ. ഇല്ല, അങ്ങനെയല്ല. ഒത്തിരി പേരെ കൊണ്ടിരുന്നില്ല. ഇവിടെ അബ്രഹാമിനെയും അവന്റെ കുടുംബത്തെ അബ്രഹാമിനെയും ഭാര്യയും മാത്രമാണ് കൊണ്ടുവരുന്നത്. അവരിവിടെ വന്ന് അവർ നമ്മളെ പോലെ ജീവിച്ച് അവരുടെ മക്കളെ ഉണ്ടാക്കി അവരങ്ങനെ ആകട്ടെ. എന്നെ കുഴപ്പം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ അബ്രഹാമും വരുമ്പോ അബ്രഹാമും പെണ്ണുപിള്ളയും കൂടെ പിന്നെ ഒരുപാട് മനുഷ്യരും ഉണ്ടല്ലോ. വന്നില്ല. 350 എവിടെ വന്നു? 350 പടയാളികൾ ഉണ്ടായിരുന്നു നമ്മൾ. അത് വേറെ കേസ് കിട്ടാണ്. ഇവിടെ കണക്കും പ്രകാരം അബ്രഹാമും അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ഇത് അബീമേലെക്കിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടായി പോകുമ്പോ ഇത് 350 പേര് പടക്കാർ ഈ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ അബ്രഹാം എനിക്ക് ആവുന്നുണ്ടല്ലോ. അച്ഛൻ പറഞ്ഞു വരുന്നത് അബ്രഹാം പെണ്ണുമ്പിള്ളയെ മീറ്റിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങിയതാണോ അതോ കുടുംബമായിട്ട് ഇറങ്ങിയതാണോ? അപ്പം കൂടി അതൊക്കെ ഇനി മാറ്റുവോ? എത്ര പേര് സാറേ? അത് നമ്മൾ ചെല്ലുന്ന ദേശത്ത് ഇപ്പൊ ഞാൻ എന്റെ സ്ഥലത്ത് പോവുക. എനിക്ക് ആ ചെല്ലുന്ന ദേശത്ത് എനിക്ക് ആളുകൾ കാണും. ഞാൻ ഇതിനെല്ലാം പെറുക്കി ഇതിനെല്ലാം കൂടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെ എക്സോഡസ് നമ്മൾ ജനിച്ചതിൽ തന്നെ എക്സോഡസ് തുടങ്ങേണ്ടി വരും. അബ്രഹാം പുറപ്പെടുന്നു, ഒരു 350 പേര്, അവരുടെ കുടുംബം, കാലാള്, ആട്, മാട, കൂട, ഇതെല്ലാമായിട്ട് വന്നു. അങ്ങനെ ബൈബിളിൽ ഇല്ല. അവിടെ ആ പാടെ പറയുന്നത് അബ്രഹാമും അവന്റെ ഭാര്യ സഹറായിയും ഇവന്റെ അപ്പൻ തേരകും തേരകും ഈ ചേട്ടന്റെ മോനെ അവനെയും കൂടെ മാത്രമേ കൊണ്ടുപോയി. ഇത്രയും പേരെ ആ കൂട്ടത്തിലുണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ അബ്രഹാമിന്റെ അപ്പനോട് കുടുംബമല്ലേ നോക്കിയേ. കൂട്ടിപ്പോ ലോത്തെന്ന് മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ വേറെ എടുത്ത് വായിക്കുന്നത് ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂനായി എന്ന് പറയുന്നു. മക്കളുടെ കാര്യം ലോത്തിന്റെ ഭാര്യ അയാൾ ഇവിടുന്ന് കല്യാണം കഴിച്ച അത്. അപ്പൊ അച്ഛൻ പറയുന്നത് ഈ വരുന്ന വഴി ഞാൻ ഈ ബൈബിളില് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ബൈബിളില് എഴുതിയിരിക്കുന്ന എടുക്കത്തുള്ളൂ. എനിക്ക് എഴുതാത്ത കാര്യം എടുത്ത് എനിക്ക് ഇഷ്ടപ്പെടേണ്ട കാര്യമില്ല. ലോത്തിന്റെ ഭാര്യയും കൂടെ കൊണ്ടാ പോകുന്നതെന്ന് ബൈബിളിലുണ്ടെങ്കിൽ നിങ്ങളൊരു വാക്യം വെച്ച് ഞാൻ എടുക്കാം. ഇത് കേൾക്ക്. അപ്പം ഈ പുറപ്പെടുന്ന സമയത്ത് ഈ പറയുന്ന കാര്യമായ സമ്പത്തോ ഒന്നുമില്ലാതെ ഒരു പാടക്കെട്ടും ഉണ്ടാക്കി പെണ്ണുമ്പിളയും വിളിച്ച് അപ്പനെയും കൂട്ടി ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന കല്യാണമൊന്നും കഴിക്കും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കാണും. ചുമ്മാ പൊട്ടനായിട്ട് നമ്മളാണെങ്കിലും നാട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോരുമ്പം നമ്മളിവിടെ വിളിച്ചെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വഴിയാത്രയ്ക്കുള്ള സാധനങ്ങളും സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ചുമ്മാ പോരാൻ പറ്റുമോ? ഉറപ്പായിട്ട് ഒരു കുതിരയോ കോവർ കഴുതിയോ 1-2 കഴുതകളൊക്കെ കാണും, അത്രയും കാണും. അല്ലാതെ ഒരു വലിയൊരു സംഭവമായിട്ടല്ല വരുന്നത്. അങ്ങനെ അതിനെ എടുത്തു കഴിഞ്ഞാൽ അതവിടെ നിൽക്കത്തില്ല. ഓക്കെ അച്ഛാ, ആകെ മൊത്തം ടോട്ടല് ഒരു 10 പേരേ ഉള്ളെന്ന് കരുതും. അവർ ഒരു 5-6 പശുവുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഈ സാധനത്തിനെ കൊണ്ടുവരുന്നത് എവിടത്തേക്കാണ്? തന്റെ അധീനതയിലുള്ള കനാൻ എന്ന ദേശത്തേക്കാണ്
കൊണ്ടുവരാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ശരിയാണല്ലോ? ആണ്. ഓക്കെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ എൽഷഡായിക്ക് ഈ അബ്രഹാമിനെ വിളിക്കുന്നത് കൂടാതെ വേറെ മക്കള്, മുമ്പ് വെച്ചാൽ അങ്ങനെ വാക്കാണ് ഉപയോഗിച്ചത്, അതാരാണ്? അത് ബാക്കി അവിടെ എല്ലാവരും കനാനിൽ താമസിക്കുന്ന ആളുകള്, പെരിസ്യർ, അവരെ ഇവര്, അങ്ങനെ കുറെ പേരുണ്ടല്ലോ. ഏതാ ജാതിയുടെ പേര്? പെരിസ്യർ, അതിന്റെ എല്ലാത്തിന്റെ പേര് എനിക്കറിയത്തില്ല. കുറെ എണ്ണം ഉണ്ടല്ലോ, ആമോറായക്കാര്, അവര് ഇവരുടെ എല്ലാം ദേശമാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ അവിടെ ഉള്ള മക്കൾ ആരാന്ന് വെച്ചാൽ അറിയത്തില്ല അല്ലേ? അപ്പം ഇതിപ്പോ ഞാനിപ്പോ ബൈബിളിന്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ പറയുവാണെങ്കിൽ ഇതൊക്കെ നമുക്ക് എടുക്കാം. നിങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ബൈബിൾ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള നമ്മൾ അതിന്റെ കോണ്ടെക്സ്റ്റ് പറഞ്ഞാൽ പോലെ. നിങ്ങളോട് ഇപ്പൊ ഞാൻ വന്ന് ഇതിന്റെ ഒരു അതാ ഞാൻ പറഞ്ഞ ആമോറായക്കാര്, പെരിസ്യര്, ഹിവ്യര്, പെരിസ്യര്, ഹിത്യര്, ഇങ്ങനെ കുറെ ആളുകൾ അവിടെ ഉണ്ടല്ലോ, ആ ദേശത്ത് താമസിക്കുന്നവർ ഇല്ലേ? ഇവരൊക്കെ അവിടെ താമസിച്ചാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതാണ് ആ കാനാൻ ദേശം, അതാണ് അവരുടെ ദേശമാണ്, ഇവർക്ക് തരുമെന്ന് പറയുന്നു വാഗ്ദാനം. അപ്പൊ ഈ എൽഷഡായി ആണോ ഈ പറയുന്ന കർത്താവായ യേശു ക്രിസ്തു പിതാവെന്ന് ആരാധിച്ചിരുന്ന ദൈവം? യെസ്, അങ്ങനെയാണ്. പിതാവ് എന്ന് പറഞ്ഞാൽ ഭൂമിയില് പുള്ളി പിതാവ് എന്ന് വിളിക്കാൻ പറ്റുന്ന, ആ പുള്ളിയുടെ ടെറിട്ടറിയിൽ നിൽക്കുന്ന കർത്താവ് എന്ന് പറയുന്ന എൽഷദായി ആയതുകൊണ്ടാണ് ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് വിളിച്ചിരിക്കുന്നത്. യെസ്, എൽഷദായി ആണ് വിളിക്കുന്നത്. ഈ കളിയില് നമ്മള് കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങളെല്ലാം ഉറങ്ങുവാണ്, ഞാനും ബൈജു മാത്രമേ ഉള്ളൂ. സോറി, ഇല്ല, നിങ്ങൾ വീണ്ടും ഉറക്കണോ? സണ്ണ് നമ്മള് കണ്ണിന്റെ ഭാരം കൂടുന്നു, കണ്ണിന്റെ ഭാരം. ചോദിച്ചോളൂ. ഇല്ല, ഞാൻ ചാച്ചു. ലൈജു പാസ്റ്റ് നമുക്ക് ഉറക്കിയേക്കാം. ലൈജു പാസ്റ്റിന് നമ്മള് കണ്ണിന് ഭാരം കൂടുന്നു, ഉറക്കുന്നു. ഡൺ. ഞാൻ സണ്ണിന്റെ ചോദ്യം എടുത്തിട്ട് ഞാൻ ചോദിക്കുകയാണ്, അച്ഛാ ഈ ഏലാണോ എൽഷഡായി? എൽഷദായി ആണ് സർവശക്തനായ ദൈവം എന്ന് നമുക്ക് അവിടെ കാണുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എൽഷദായി ഒന്നും ഞാൻ ഇതില് ഹോളി ട്രിനിറ്റിയിലെ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ആ ലെവലിലേക്ക് ഞാൻ എടുക്കുന്നില്ല. അതാണ് അവരുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ കനാന്റെ ആ ടെറിട്ടറിയില് അവരുടെ കർത്താവ് അദ്ദേഹമാണ്. ഇത് ഞാൻ പറയുന്ന അച്ഛൻ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇതിനൊരു ഉത്തരം പറയണം. കാരണം ഈ എൽഷഡായി എന്ന് പറയുന്ന അച്ഛൻ പറഞ്ഞ ആ കനാന്യരുടെ ഗോത്ര ദൈവം, അല്ലെങ്കിൽ കനാനിലെ ഏതൊക്കെ ജാതിയിലൊക്കെ ഫെലിസ്തര് ഇങ്ങനെ പറയുന്ന അവരുടെ ദൈവമായിരുന്നല്ലോ. കുറെ പേരുടെ ജാതികളുടെ പേര് പറഞ്ഞു, അതായത് ഫെലിസ്തീൻ. ഓക്കെ, അപ്പൊ അവരുടെ ദൈവമാണ് ഈ എൽഷഡായി. ഈ എൽഷഡായി ആണ് അബ്രഹാമിനെയും കൂടി വിളിക്കുന്നത്, ഇങ്ങോട്ട് താമസിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ വഴിയിലൊക്കെ വെച്ചിട്ട് ഇവർക്ക് സമ്പത്ത് ധാരാളമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് ഉണ്ടാകുന്നുണ്ട്, കുറെ അടിച്ചോണ്ട് പോകുന്നുണ്ട്, ഒക്കെ സംഭവിച്ചു. കാരണം ഈ നമ്മൾ മൽക്കീസേദനൊക്കെ എടുക്കുന്ന കൂട്ടരാണെന്ന് അറിയാം അച്ചായന്. ആ സമയത്ത് യുദ്ധത്തിനൊക്കെ പോകുമ്പം സമ്പത്ത് വളരെ അധികമാണ്. പക്ഷെ പുള്ളി അതൊന്നും, അതായത് പുള്ളി അത് നോക്കുക, അതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാലിനെ എടുത്തിട്ടില്ല. 5 രാജാക്കന്മാര് എനിക്ക് എന്റെ ഒരു ചെറുപ്പിന്റെ വാറ് പോലും മേടിച്ചെന്ന് പറയുന്നില്ല. പക്ഷെ രാജാക്കന്മാരെ മേടിച്ചിട്ടില്ല, അബ്രഹാമിന് തന്നെ ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ അബ്രഹാമിന്, അതായത് ഇതിനിടയ്ക്ക് അതെല്ലാം അബ്രഹാമിന്റെ സ്വന്തമായിട്ടുള്ള, അല്ലെങ്കിൽ അബ്രഹാമിന്റെ അസറ്റ്സ് ആണ് പുള്ളി ഒരിക്കൽ പോലും, അതാണ് വിശ്വസ്തനാണ്. കേൾക്കും അച്ഛൻ, അങ്ങോട്ടൊന്നും പോകണ്ട. ഞാൻ ചോദിക്കുന്നത്, അബ്രഹാമിന് ധാരാളം സമ്പത്ത് അന്നേരം ഉണ്ടായിരുന്നു വളരെ കൃത്യമാണ്. അച്ഛൻ പറഞ്ഞ ബൈബിളിൽ ഇത് മാത്രമേ എടുക്കുള്ളൂ എന്നാ അച്ഛൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഈ വളരെ സമ്പത്തുള്ള ഈ മനുഷ്യനും കൂടെയുള്ള ആൾക്കാരും എല്ലാമായിട്ട് ഈ പറയുന്ന സ്ഥലത്തേക്ക് ചെന്ന് കയറുമ്പോൾ, ഈ എൽഷഡായിയുടെ ആൾക്കാരുള്ള ഇടത്തേക്ക് ചെല്ലുമ്പോൾ കൊല്ലുന്നില്ല. ആരും കൊല്ലുന്നു. കണ്ടോ എന്ത് നല്ല പെർഫെക്റ്റ് ആണ്. കണ്ടോ, ആ ദേശം കൊടുക്കുമെന്ന് തോന്നുന്നു, ദേശം കൊടുത്തു.
പക്ഷെ അവിടെയാണ് കളി നടക്കുന്നത്. പുള്ളി ആദ്യം കനാനിൽ, പക്ഷെ അവിടെ എന്നാ കാണുന്നതെന്ന് പറഞ്ഞാൽ അവിടെ വരുമ്പോ അവിടെ കനാനില് ക്ഷാമാണ്. ഇവിടെയാണ് റിഡാക്ഷന്റെ കളി തുടങ്ങുന്നത്. തിരുത്തി അല്ലേ, അല്ലെങ്കിൽ അത് ആ പുള്ളി അവിടുന്ന്, അതായത് ഇവൻ കനാലിലാ കയറുന്നത്, പക്ഷെ അവനെ അവിടെ കയറ്റത്തില്ല. കാരണം യഹോവയ്ക്ക് ഇതൊരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല ഇവൻ കനാനിൽ കയറുന്നത്. കാരണം കനാൻ യഹോവയുടെ തെറ്റത് എൽസദായുടെ തെറ്റതയാണ്. യഹോവയ്ക്ക് അതിന്റെ വെളിയിൽ എടുത്തിടും. അങ്ങനെയല്ലേ ഞാനെടുക്കും. കാരണം എനിക്ക് ഇതിനകത്ത്, കാരണം സഹാവേ, ഞാൻ ഈ ബൈബിളുമായിട്ട് ഞാൻ എന്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് അക്ഷരവും സ്പെല്ലിംഗ് മിസ്റ്റേക്കും കൂടെ ഇതെല്ലാം തപ്പുന്ന പാർട്ടിയാണ്. ഇത് മുഴുവൻ റീടൈപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കിതിനകത്ത് ഞാൻ നല്ലതായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ഇവര് പോയി പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം. അപ്പൊ അവിടെ അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് കാണുമ്പോ, അതായത് അതിന്റെ കിണി മനസ്സിലാക്കിയ ഓരോരുത്തർ വരുമ്പം ഇവിടെയാണ് പറ്റി നമുക്ക് കണക്കാകും. നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ ബൈബിള് വായിക്കുന്നത് നിങ്ങളൊരു വിശുദ്ധമായ ദൈവമേ ഇത് നമ്മുടെ അങ്ങനെ വായിക്കുന്നു. ഞാൻ അങ്ങനെയല്ല. ഞാൻ വായിക്കുന്നത് ഇതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, ഇതിനകത്ത് വല്ല കുഴപ്പമുണ്ടോ, ഈ വാക്യം ആ വാക്യം മാറിപ്പോയോ. ഞാനിങ്ങനെ 1000 കാര്യം വെച്ച് ഒരു 10-15 ബൈബിൾ അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ടാണ് ഞാനൊരു കാര്യം ചെയ്യുന്നത്. അപ്പൊ എന്റെ വായനയുടെ രീതി വേറെയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിനകത്തൊരു ഇപ്പൊ ഒരു ക്രൈം സീൻ നടന്നു കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന ഒരു തുരുമ്പ് കഷ്ണം വരെ എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതിനും ഞാൻ മാർക്ക് ചെയ്ത് മാറ്റി സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ സുനീഷിന് സമയം കൊടുക്കുക. ഞാൻ 1-2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഈ എൽഷഡായി ആണോ ശക്തൻ, അതോ യഹോവയാണോ ശക്തൻ? ഇവർക്ക് രണ്ടുപേർക്കും അവരവരുടെ ടെറിട്ടറിയിൽ അവരവർ ശക്തനാണ്. അല്ലാതെ ഇതിനകത്ത് ശക്തി ഒരാൾക്ക് കൂടുതലുണ്ടോ കുറവുണ്ടോ. അപ്പൊ അവരവരുടെ ടെറിട്ടറി കനാന്റെ കാര്യം വരുമ്പോൾ ധാരാളം ഇത് ഇത്രയും മതി. അച്ഛനപ്പ അവതരിപ്പിക്കുന്നത് ഫെലിസ്തീന് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് അനുബന്ധിച്ചൊക്കെ നിൽക്കുന്ന കനാനിലുള്ള ഒരു ഗോത്രദൈവവും, യഹോവ എന്നത് കനാൻ അല്ല ബാബിലോണിയ മെസപ്പൊട്ടോമിയ ദേശങ്ങളിലുണ്ടായിരുന്ന ഒരു ഗോത്രദൈവമാണ്. ഇനി അത്യുന്നതിനെ അവിടെ കാണാൻ പറ്റുന്നു പറയും. മുമ്പേ അച്ഛൻ പറഞ്ഞത് ഈ എൽഷഡായാണ് യേശു ക്രിസ്തുവിന്റെ പിതാവായ അത്യുന്നത ദൈവം. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ അത് വിശ്വസിക്കുന്നില്ല. കാരണം ഓൾറെഡി അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു ഇവർ 2 തുല്യ ശക്തരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ അത്യുന്നതനായ ദൈവത്തെ എവിടെ കാണാൻ പറ്റും? അത്യുന്നതനായ ദൈവം നമ്മൾ കാണുകയെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ അത്യുന്നതനായ ദൈവത്തിന്റെ കീഴിലാണ് വരുന്നത്. അതായത് നമ്മള് ഈ പറയട്ടെ അതായത് നമ്മള് ഈ നോഹയുടെ കാലം, പ്രളയത്തിന് ശേഷം എനിക്ക് വന്ന പേലകിന്റെ കാലത്താണത്. അന്നാണ് രാജ്യങ്ങൾ നിശ്ചയിക്കുന്നത്, എന്നാൽ അതിർത്തികൾ നിശ്ചയിക്കുന്നത്. മനസ്സിലായി? ഓരോ ടെറിട്ടറി. അപ്പൊ അതുവരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത്യുന്നതനായ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവസാനം വർഷിപ്പ്. ഇപ്പൊ നമ്മൾ വർഷിപ്പ് കൊടുക്കുവാണെങ്കിൽ ആ ടൈമിലും വർഷിപ്പ് കൊടുക്കേണ്ടത് ആർക്കാണ്? അത്യുന്നതനായ ദൈവത്തിനെ കൊടുക്കാവുള്ളൂ. നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത് നമ്മൾ ജീസസ് ക്രൈസ്റ്റിനെ അല്ല. നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന ഹോളി ട്രിനിറ്റിയാണ്, ക്രിസ്ത്യാനികൾ. മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അവര് അന്ന് ചെയ്യേണ്ടിയിരുന്ന, അല്ലെങ്കിൽ അവരുടെ വർഷിപ്പ് എന്ന് പറയുന്നത്, വർഷിപ്പ് prayer is different, worship is different. So the worship is only to the അത്യുന്നതനായ ദൈവം. എൽഷഡായി അടങ്ങുന്ന ട്രിനിറ്റിയും യഹോവയും തമ്മിൽ ഒരു ബലാബലം നടന്നു. അവിടെയൊന്നും ട്രിനിറ്റി ഒന്നും നമ്മൾ പറഞ്ഞു അത്യുന്നതനെന്ന് ചോദിക്കുന്നത്. എൽഷഡായി എന്തായാലും ട്രിനിറ്റി എന്താ പറയാ, അതിന് ട്രിനിറ്റി ആണെങ്കിലും അല്ലെങ്കിലും അത്യുന്നതനല്ല, അല്ലെങ്കിൽ സർവശക്തനല്ല എന്നുള്ള കാര്യത്തിനകത്ത് ഒരു ഉറപ്പായി. കാരണം യഹോവയായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ പരാജയപ്പെടുന്ന ഒരാളാണ് എൽഷഡായി. അതുകൊണ്ടാണല്ലോ ഈ താൻ വിളിച്ചുകൊണ്ട് ഇറക്കുന്ന അബ്രഹാമിനെ കൂട്ടരെ അല്ലെങ്കിൽ അവരുടെ സന്തതികളെ യഹോവയുടെ കയ്യിൽ നിന്ന്
കഴിയാത്ത വിധത്തിൽ പലപ്പോഴും പരാജയപ്പെടുന്നത്. എത്രയൊക്കെ എടുത്ത് യഹോവയും നല്ല ഒന്നാന്തരമായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. അതെ ആയിക്കോട്ടെ, ഞാൻ പരാജയപ്പെട്ടോട്ട്, എൽഷഡായും പരാജയപ്പെട്ടു. നമുക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഞാൻ എൽസദായുടെ അടിമയല്ല, യഹോവയുടെ അടിമയല്ല. നമ്മളിവിടെ ഒരു കാര്യം കറക്റ്റായിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നതല്ലാതെ ഞാനിപ്പോ എൽസദായുടെ അടിമയല്ല, ഇതിന്റെ അടിമയല്ല. പിന്നെ നമ്മൾ ബൈബിളിൽ നിന്ന് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കാര്യമായിട്ട് തന്നെ എടുത്തു പറയും. അല്ല അതിനകത്ത് വേറെ എനിക്കിപ്പം ഇതാണ് ട്രിനിറ്റി എന്നൊന്നും ഞാൻ കയറി പറയത്തില്ല. അതൊന്നും എന്റെ പണിയല്ല. അതൊക്കെ ഇവിടെ പലരും വന്ന് ഇവിടെ കൊണ്ടുവന്ന് എന്റെ ട്രിനിറ്റി ആരാധന എന്നൊക്കെ. അപ്പൊ ട്രിനിറ്റി ഇല്ല എന്ന് പറയരുത്. ഇനി ട്രിനിറ്റി ഉണ്ട്, എൽഷഡായാണ് ഇതിനെ കൊണ്ട് കുത്തിക്കയറ്റരുത് അതിനകത്ത്, ട്രിനിറ്റിക്കകത്തോട്ട്. അതൊക്കെ വളരെ ചീപ്പ് പരിപാടിയാണ്. ഞാൻ പറയാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ഇതിനു മുമ്പേ അച്ഛൻ പറഞ്ഞു എൽഷഡായാണ് യേശുക്രിസ്തുവിന്റെ പിതാവെന്ന്. സാർ എങ്ങനെയല്ല, നിങ്ങൾ പോയി ഇതിന്റെ റീപ്ലേ പോകുന്ന കേട്ടി. ഈ ഭൂമിയില് യേശു ക്രിസ്തു ഇവിടെ ജീവിച്ചത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടാണ് അവൻ ഇവിടെ ജീവിക്കുന്നത്. അവൻ ഈ ഭൂമിയിൽ പിതാവെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അവൻ വിളിക്കേണ്ട അവന്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ എന്റെ ദൈവം എന്ന് ഒരു യേശു ക്രിസ്തു എന്ന ദൈവ മനുഷ്യന് വിളിക്കണമെങ്കിൽ അവന്റെ ടെറിട്ടറിയിൽ നിൽക്കുന്നത്, അവൻ ഏതിന്റെ വംശത്തിലാണ് നിൽക്കുന്നത്, തീർച്ചയായിട്ടും എൽസദായിയാണ് വിളിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു പിതാവാൻ ദൈവത്തിനെയാ വിളിച്ചതെന്ന് ഞാൻ കയറി പറഞ്ഞു. ഈ യേശുക്രിസ്തു ക്രൂശി കിടന്നുകൊണ്ട് നിലവിളിക്കുമ്പോ ഒരു പേര് വിളിക്കുന്നുണ്ട്, അതാണ് ഏലി ഏലി ലമ്മാ സബക്താനി. അത് എൽസദായിയാണ് വിളിച്ചത് എന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. അതാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. കാരണം അത് രണ്ടെണ്ണത്തിനകത്ത് അത് പിതാവാണോ? ആ ആള് പിതാവാണോ? നമ്മുടെ ഇത് ഹോളി ട്രിനിറ്റിയിലെ വെച്ച് പറയുമ്പോ എനിക്ക് അതൊന്നും പറയാൻ പറ്റില്ല. വേണ്ട, പിതാവാണോ? ആ ഭൂമിയിൽ പിതാവെന്ന് വിളിക്കാമല്ലോ, ഭൂമിയിൽ പിതാവെന്ന് വിളിക്കാമല്ലോ. യേശുക്രിസ്തുവിന്റെ അതായത് യേശുക്രിസ്തു നിൽക്കുന്ന ആ ഭൂമികയില് യേശുക്രിസ്തുവിന്റെ ടെറിട്ടറിയില് യേശുക്രിസ്തുവിന് അദ്ദേഹം ആ കർത്തൃത്വത്തിലാണ് അവിടെ നിൽക്കുന്നത്. യേശുക്രിസ്തു ഒരു മനുഷ്യനായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ആ കർത്തൃത്വത്തിന്റെ ചാർജ് തീർച്ചയായിട്ടും എൽസദായിക്കാണ് വിളിക്കുന്നത്, തെറ്റൊന്നുമില്ല. ഇപ്പോഴും ഈ കുരിശി കിടന്നുകൊണ്ട് നിലവിളിച്ചത് സ്വന്തം പിതാവിനെ അല്ല, ആ ദേശത്തിന്റെ ടെറിട്ടറിയിലുള്ള അധികാരിയായിരുന്ന എൽഷഡായി ആണെന്നാണ് അച്ഛൻ. നമ്മൾ അങ്ങനെ വേണം അതിനെ എടുക്കാനായിട്ട്. നമ്മൾ കയറി, അതായത് ദ മൊമെന്റ് ഐ മൂവ് ടു ദ അതർ സൈഡ്, അത് വേറെ ഗെയിം ആയിപ്പോയി. ഞാനത് പോകുന്നില്ല. ശരി അച്ഛൻ, ഇത് കൊടുക്കും. ഞാൻ ഇതുവരെ കരുതിയ സാറേ, ഇതുവരെ ഞാൻ ഇത് ഒരു തരത്തും പറഞ്ഞിട്ടില്ല. നിങ്ങളോട് മാത്രം പറയുന്ന കാര്യമാണ് ഇതല്ലാതെ ഇതിവിടെ ഞാൻ എന്റെ വായിൽ നിന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. നമ്മളെല്ലാരും ഉറക്കി കിടത്തിരിക്കുക, നമ്മൾ രണ്ടുപേരും മാത്രമേ കേൾക്കുന്നുള്ളൂ. വേറെ ആരും ഇത് കേൾക്കുന്നേ ഇല്ല. ദിസ് ഇസ് സീക്രട്ട് കോൺവെർസേഷൻ. ഇത് കേൾക്ക്. പ്രശ്നം എവിടെന്നറിയും, അച്ഛന് ഓർക്കാതെ അല്ലെങ്കിൽ അച്ഛൻ ഇതുവരെ അണ്ടർസ്റ്റാൻഡ് ആക്കി വെച്ചിരുന്ന പലതും കൈവിട്ട് പറഞ്ഞു എന്നുള്ളതാണ് സത്യം. അതങ്ങനെ പറയുന്നത് പ്രശ്നമാണ്. ഇപ്പൊ അച്ഛന് നിങ്ങൾ എന്നെ മാസ്മര വലയത്തിലാക്കി നിങ്ങൾ എന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അച്ഛൻ ഇത് കേൾക്ക്. അപ്പൊ അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? യേശു കർത്താവ് ക്രൂശി കിടന്നു ഉണ്ട്, പ്രശ്നമുണ്ട്. അച്ഛന് പ്രശ്നമില്ലായിരിക്കും, പക്ഷെ അച്ഛൻ പറയുന്ന കാര്യങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഇത് കേൾക്കച്ചാ, യേശു കർത്താവ് ഇനിയാണ് പ്രശ്നം വരുന്നത്. കർത്താവ് പോലും ആരും അല്ലാതാകും ഇവിടെ. യേശു കർത്താവ് പോലും ആരും അല്ലാതാകും ഇവിടെ. ഇത് കേൾക്കേ, യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചത് തന്റെ പിതാവിന്റെ ഹിതപ്രകാരമാണെന്നും ഭൂമിയിലേക്ക് മനുഷ്യരായി വന്നത് തന്റെ പിതാവിന്റെ ഹിതപ്രകാരമാണെന്നും നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെ? ഞാൻ സമ്മതിക്കുന്നു, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. ഓക്കെ. അങ്ങനെ ആകുമ്പോ കർത്താവ് ക്രൂശി കിടന്നുകൊണ്ട് വിളിച്ചത് പിതാവിനെ ആണെന്നാണ് നമ്മൾ അറിഞ്ഞു വെച്ചിരുന്നത്. നിങ്ങൾക്ക് എന്തും വിശ്വസിക്കാമല്ലോ. എനിക്ക് എന്തും വിശ്വസിക്കാൻ എനിക്കും അറിയാറുണ്ട്. ശരി. അല്ല, നമ്മളിവിടെ വേറെ ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവരൊക്കെ അറിയട്ടെ. അതെ, എന്നെ സംബന്ധിച്ച് ഞാൻ പിതാവാം ദൈവം പറയട്ടെ ഞാൻ പിതാവാം ദൈവം എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഹോളി ട്രിനിറ്റിയിലെ ദ ഫാദർ ഹെഡ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും കാരണഭൂതൻ എന്ന് ആകെപ്പാടെ ക്ലെയിം ചെയ്യാവുന്ന ഒരേ ഒരു എൻറ്റിറ്റി ഉണ്ട്, അതാണ് പിതാവാം ദൈവം. അതിനെ മാത്രം ഞാൻ പിതാവെന്ന് പറയത്തുള്ളൂ. മനസ്സിലായോ?
മതി 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 മതി, നോ പ്രോബ്ലം നോ പ്രോബ്ലം. ആ ദൈവത്തിന് മേൽ ഒന്നുമില്ല, നത്തി. മതി. അപ്പം അച്ഛനിപ്പം പറയുന്നത് ഈ എൽഷഡായി എന്ന കനാന്യ ദേശത്തുണ്ടായിരുന്ന ജാതികളുടെ ഗോത്രതമായിരുന്ന എൽഷഡായി എങ്ങനെയൊക്കെയോ പിന്നീട് യഹൂദ മരുഭൂമിയിൽ കഴിയുന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ പ്രദേശത്ത് കഴിയുന്ന, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ആ പ്രദേശത്ത് കഴിയുന്ന യഹൂദന്മാരുടെയും കൂടി ദൈവമായി. കാരണം ആ ടെറിറ്ററിയുടെ അബ്രഹാമിനെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് കനാന്യ ദേശത്തുണ്ടായിരുന്ന കനാന്യരുടെ പല ജാതികളുണ്ടല്ലോ, ഫെലിസ്ത്യരടക്കമുള്ള കനാന്യ ജാതികൾ, കൂശ്യര്, ഫെലിസ്ത്യര്, ഹിത്യര്, ഇങ്ങനെയൊക്കെയുള്ള അനേക ജാതികളുടെ ഗോത്രദൈവമായിരുന്ന എൽഷഡായി പിന്നീട് ഇസ്രായേൽ ജനതയുടെ കൂടി ദൈവമായി. ശരിയല്ല? ഇസ്രായേൽ ജനതയുടെ ഈ അബ്രഹാമിനെ എടുക്കുന്നതിൽ കൂടിയാണ്, അത് അഡോപ്ഷനിൽ കൂടിയാണ് അവരുടെ ദൈവമാകുന്നത്. കാരണം അഡോപ്ഷനിൽ ഇപ്പൊ അബ്രഹാമ്, അതായത് അബ്രഹാമിന്റെ വംശത്തിലല്ലാതെ വേറെ അവിടെ ആ ഊര് ദേശത്ത് കിടന്ന ഒരു വേട്ടാവളിയനും ഇതിനകത്ത് പാത്രമല്ല. മനസ്സിലായോ? ഈ എടുത്തോണ്ട് വന്നിരിക്കുന്ന ഈ കൊലയിലുള്ളത് മാത്രമേ ഉള്ളൂ ഇയാൾ എടുത്തിട്ടുള്ളൂ. ഇപ്പം ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ഇത് യഹോവയുടെ ആളുകൾ തന്നെയാണ്, ബാക്കി അവിടെ ഉള്ളവരെല്ലാരും. അത് യഹോവ എന്ന് വിടില്ല അച്ഛാ, യഹോവ ഉള്ളത് വേറെ. യഹോവയ്ക്ക് അവിടെ ഉണ്ട് അച്ഛാ. അല്ല നമ്മൾ പറയുന്നത് നമ്മൾ രണ്ടും പറയണം. അതായത് പേലകിന്റെ കാലത്താണ് ഭൂമി വിഭജിച്ചത്. അപ്പൊ വീതം വെച്ച് യഹോവയ്ക്ക് കിട്ടിയെന്ന് പറയുന്നത് പേലകിന്റെ കാലത്താണ് കിട്ടിയത്. അല്ലാതെ നമ്മളത് വരുമ്പോൾ നമ്മള് കാണുന്നത് ഈ ആവർത്തന പുസ്തകത്തില് ആണ് കാണുന്നത് എന്ന് പറഞ്ഞാലും അത് ആക്ച്വൽ സംഭവിച്ചിരിക്കുന്നത് ജെനസിസിലാണ്. അത് പേലകിന്റെ കാലത്താണ് വിഭജനം നടന്നത്. അപ്പോൾ അന്നാണ് യഹോവയ്ക്ക് ഇത് കിട്ടിയത്. അങ്ങനെയാണ് യഹോവയ്ക്ക് അബ്രഹാമിന്റെ പുറത്ത് ക്ലെയിം വരുന്നത്. അതായത് ഈ അബ്രഹാമിന്റെ പുറത്ത് ക്ലെയിം വരുന്നത് അതുകൊണ്ടാണ്. പിടികിട്ടിയോ? ആ ക്ലെയിം ഒക്കെ എൽഷഡായി ക്യാൻസൽ ചെയ്തില്ലേ? ആ ക്ലെയിം ക്യാൻസൽ ചെയ്തിട്ടാണല്ലോ എൽഷഡായി വിളിക്കുന്നത്. പക്ഷെ എൽഷഡായി സ്വന്തമായിട്ട് അബ്രഹാമിനുമായി ക്ലെയിം വെച്ചിട്ടും യഹോവയുടെ ക്ലെയിം ക്യാൻസൽ ആക്കാനായിട്ട് എൽഷഡായി കൊണ്ട് പറ്റുന്നില്ല. അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ഞാൻ ചോദിച്ചു വരുന്ന അതിലോട്ടല്ല, ഇവിടുത്തെ എൽഷഡായിക്ക് കനാൻ ദേശത്ത് കുറെ ജാതികളുണ്ട്. ആ ജാതികളെ കൂടെ കൂശദേശത്തുണ്ടായിരുന്ന അബ്രഹാമിനെയും കൂടി ദത്തെടുക്കുകയാണ്. എന്ന് വെച്ചാൽ തനിക്കുണ്ടാകുന്ന ഞാൻ യേശു നമുക്ക് ഇത്രേ പഠിച്ചാൽ മതി. ഇപ്പൊ നമുക്ക് അത്യാവശ്യം ഫണ്ടമെന്റൽസ് ഈസ് വെരി ക്ലിയർ. എവിടെന്നാണ് വന്നത്, എങ്ങനെയാണ് വന്നത്. ഇനി ഇതിന്റെ കഥയുടെ ബാക്കി പറയാൻ ഞാൻ എന്ത് കഥയാണ് പറയുന്നതെന്നുള്ളത് നിങ്ങൾ ശരിയായിട്ട് പൂരിപ്പിക്കണം. അതുകൊണ്ട് ഈ കഥയുടെ ബാക്കി ഞാൻ ആർക്ക് വിട്ടുതരുന്നു? ഞാന് ബൈജു ബ്രദറിന് വിട്ടുതരുന്നു. ബൈജു ബ്രദർ പോയി പഠിച്ചിട്ട് ഇതാണ് കോൺടെക്സ്റ്റ്, ഇതാണ് ഇതിന്റെ പ്രീടെക്സ്റ്റ് ആൻഡ് കോൺടെക്സ്റ്റ്, ഇത് വെച്ചിട്ട് നല്ലതായിട്ട് ആ കഥ കറക്റ്റ് എഴുതിക്കൊണ്ട് പോവാം. നമുക്ക് വെച്ച് മുത്തരിച്ച് നോക്കാം. ഒക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ വയറ്റിൽ തീയൊന്നും വന്നില്ല, പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. അച്ഛൻ പറഞ്ഞ കഥ ഞാൻ കേട്ടു. പക്ഷെ ഇനി വരുന്ന പ്രശ്നങ്ങൾ ഞാൻ പറയാം. പ്രശ്നങ്ങളൊക്കെ എന്തും മാറ്റാൻ നമുക്ക് വിഷയമാണ്. ഇത് നോക്കിയേ, അതാ ഞാൻ പറഞ്ഞു, കനാൻ ദേശത്തുണ്ടായിരുന്ന കുറച്ച് ജാതികളുടെ ഗോത്രദൈവമായിരുന്നു എൽഷഡായി എന്നുള്ള എൻറ്റിറ്റി. ഈ എൻറ്റിറ്റിക്ക് പിന്നെ ദത്തെടുപ്പിലൂടെ, അബ്രഹാമിനെ ദത്തെടുത്തതിലൂടെ തന്റെ മക്കളും കൊച്ചുമക്കളുമായ വലിയൊരു ജനതയെ തന്റേതായി മാറ്റപ്പെട്ടു. എന്നാലും പഴയ ഗോത്രദൈവമായ യഹോവയ്ക്ക് ഇവരുടെ മേൽ ക്ലെയിം ഉള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാർ ആളിന്റെ കൂടെ ചേർന്നു. എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇസ്രായേൽ ജനതയിൽ യേശു ക്രിസ്തുവിന്റെ കാലത്ത് എൽഷഡായിയുടേതായി കുറച്ച് ആൾക്കാരുണ്ട് എന്നാണ് അച്ചാരപ്പം പറഞ്ഞു വെച്ചത്. ഒരാളാണ് യേശു ക്രിസ്തു. ഇനി ആരോട് പറയുന്നത്? അവരുടെ എഴുന്നേറ്റത് ഇവരൊക്കെ ഈപ്പച്ചനൊക്കെ എഴുന്നേറ്റു, ചെറുമേൻ എഴുന്നേറ്റു, സൺ എഴുന്നേറ്റു. വേണ്ട ഇനി നമ്മൾ പറയണ്ട, ഇനി പറയണ്ട. താഴെ എല്ലാവരും ഇല്ലെന്ന് ഇനിയും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനിയും കഥ വീട്ടിൽ പറഞ്ഞാൽ മതി. എൽഷഡായിയെ വിളിച്ചിട്ട് പറഞ്ഞത്. ഇനി നമ്മൾ കഥ പറയത്തില്ല. പാട്ട് പാടി ട്രിനിറ്റി ഇല്ല, പിതാവും ഇല്ല.
കർത്താവ് ഒരു ഫോൾസ് ക്ലെയിം വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവ് ആരാധിച്ചിരുന്നതും കർത്താവ് അവകാശപ്പെട്ടിരുന്നതും എൽഷഡായിയെ കുറിച്ചാണ്. അതുകൊണ്ടാണ് മരണസമയത്ത് പോലും എൽഷഡായിനെ വിളിച്ചത്. ഇവിടെ എവിടെയാണ് അത്യുന്നതൻ അല്ലെങ്കിൽ ട്രിനിറ്റി വരുന്നതെന്നാണ് പറയേണ്ടത്. അച്ഛാ അത് പറ. പോകുന്നിടത്തല്ല ട്രിനിറ്റി ഒന്നും നടക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഈ കഥയുടെ ബാക്കി പൂരിപ്പിക്കുക നിങ്ങള്. ഇനി ഞാൻ നിങ്ങൾക്ക് ഞാനിത് മക്കളുടെ അച്ഛാ ഇപ്പൊ എൽഷഡായി ആണോ ഇസ്രായേൽ ജനതയുടെ ദൈവം? ഇന്നത്തെ കാര്യം ചോദിക്കുന്നത്. അവർക്ക് ആരുമില്ല. ശരിക്കും പറഞ്ഞ അവർ അനാഥരാണ് ഇപ്പൊ. അവർക്ക് എൽഷഡായി ഇല്ല, യഹോവയില്ല, ഒരു സാധനം. എനിക്ക് എന്തോ ഒരു കൊള്ളരുതായ്മ അച്ഛാ ഈ എൽഷഡായി കാണിച്ചത്. എൽഷഡായി ഒന്നും കാണിച്ചില്ല. അവന്മാര് കുറിച്ചൊക്കെ വിളിച്ചിറക്കി ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഇപ്പൊ എൽഷഡായും കൈവിട്ടു. സാറ് നിങ്ങൾ വിട്ടുപോകുന്നതിന് എന്നാ ചെയ്യാനാണ്? ദൈവത്തിന് എന്താ ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വന്ന് താമസിച്ചു, ഞാൻ ഈ ദേശത്തിന് യോഗ്യമായി നടത്തിയവരാണ്. അല്ല ഇവർ പുറത്ത് വരുമ്പോ ഈ നാറിയെ വിളിച്ചോണ്ട് വന്ന് വേസ്റ്റായി പോയല്ലോ എന്ന് ഞാൻ അടിച്ചു പുറത്താക്കും. മനസ്സിലായി? അപ്പൊ കണ്ടില്ലേ, അപ്പൊ ഈ പറയുന്ന എൽഷഡായി എന്ന് പറയുന്നത് വെറും ഒരു ഗോത്രദൈവമല്ല ചായ, ഒരു ബലഹീനമായ എനിക്ക് എന്താ കുഴപ്പം? പുള്ളി ഗോത്രദൈവമാണ്. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഈ ഗോത്രദൈവത്തെ ഞാൻ പോയി ചെന്ന് ഈ എൽഷഡായിയെ വിളിക്കുന്നില്ല, യഹോവയെ വിളിക്കുന്നില്ലാത്ത എന്നോട് ഇത് ഗോത്രദൈവം ഇത്ര പ്രശ്നക്കാരനായിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? എനിക്കെന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അച്ഛന്റെ കൺസെപ്റ്റില് അത്യുന്നതനായ ദൈവത്തെ കുറിച്ച് പരാമർശിക്കുന്നതായ ഒരു പുസ്തകമേ അല്ല ബൈബിള്. അതിനകത്ത് രണ്ട് അതൊക്കെ നിങ്ങളുടെ പ്രശ്നമല്ലേ. ഞങ്ങൾക്ക് സാറേ ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നം ഞാൻ പറയാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങൾക്കാണ് ഇതിനൊക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് അത്യുന്നതനെ കാണണം, നിങ്ങൾക്ക് ഇവിടെ കാണണം. നിങ്ങൾക്ക് എൽഷഡായിയെ കാണണം, നിങ്ങൾക്ക് ഇവിടെ കാണണം. യഹോവയെ കാണണം, നിങ്ങൾക്ക് ഇവിടെ കാണണം. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കാണണ്ട. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഞങ്ങൾക്കുള്ള ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലിറ്റർജി പാത്തിൽ നിന്ന് ഒരു പാത്താണ് ബൈബിള്. സോ എന്നെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമല്ല. ഇപ്പൊ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങളും ആരാധിക്കുന്നത് എനിക്ക് പ്രശ്നമില്ല സാർ. അല്ല അച്ഛാ, നിങ്ങളും ആരാധിക്കുന്നത് ഏതോ ഒരു ഗോത്രദൈവത്തെയാണെന്ന് അങ്ങനെ വരൂ. അത് നിങ്ങളുടെ തോന്നലല്ലേ, അത് നിങ്ങൾ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അത്യുന്നതനെ നിങ്ങൾക്ക് ഹോളി ട്രിനിറ്റിയെ പറ്റിയുള്ള നിങ്ങളുടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ യഹോവ എൽഷഡായി പോലും നിങ്ങൾക്ക് ഒരു ശരിയായ അണ്ടർസ്റ്റാൻഡിങ്, ഒരു അത്യാവശ്യം ഒരു കോമൺ സെൻസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായോ? സോ ബാക്കി കിട്ടി അച്ഛൻ പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ അത് പോയി പഠിച്ച് നിങ്ങൾക്ക്, അതായത് അച്ഛൻ ഓൾറെഡി പഠിപ്പിച്ചു തന്നു. യഹോവ ഉണ്ടായിരുന്ന ഒരു ഗോത്രദൈവം. എൽഷഡായി എന്നത് കനാൻ ദേശത്തുണ്ടായിരുന്ന ഫെലിസ്ത്യര്, ഹിത്യര്, യബൂസ്യര്, അൽക്കുലത്ത് ജാതികളുടെ എല്ലാം ദൈവം. ഓക്കെ, ഇത്രയാണ് സംഭവം. രണ്ടേ ആൾക്കാരേ ഉള്ളൂ, എൽഷഡായി, യഹോവ. ഇവര് തമ്മിൽ ഒരു ബലാബലം ഉണ്ടായിരുന്നു. അതിനകത്ത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ എൽഷഡായി എന്ന ആളിന്റെ അധീനത കഴിഞ്ഞ ഒരാളാണ് യേശുക്രിസ്തു എന്ന വ്യക്തി. ഓക്കെ, യേശുക്രിസ്തു എന്ന വ്യക്തി എൽഷഡായുടെ അധീനത കഴിഞ്ഞ ആള് ആ ആളിന്റെ വാക്ക് കേട്ടനുസരിച്ച് പ്രവർത്തിച്ച ഒരാളുമാണ്. ശരിയല്ലയോ? പിന്നെ അവിടെ പുള്ളി എപ്പോഴും അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഭൂമിയിലല്ലേ, നമ്മൾ ഭൂമിയിൽ രാജാക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. നമ്മൾ ആ ഒരു ഇതിനകത്ത് വേണം നിൽക്കാൻ, അല്ലെങ്കിൽ പിന്നെ നമ്മള് ആ മനുഷ്യൻ എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അവിടുത്തെ ദേശാധിപതിക്ക് കീഴ്പ്പെട്ടിട്ടാണ്. പിന്നെ പുള്ളി ഇപ്പൊ ഇതൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തില്ല. മക്കള് കൊടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരണ്ടല്ലോ എന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എൽഷഡായിയെ അവിടെ ഓണർ ചെയ്യേണ്ടടുത്ത് പുള്ളി ഓണർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്നേരം ഈ ക്രൂശി കിടന്നുകൊണ്ടും എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിക്കുന്നത് കാരണം ആ അവിടെ നടക്കുന്ന ആ കാര്യത്തിന്റെ ചാർജ് ഇങ്ങാരാണ്. റൈറ്റ്, നീ എന്താണ് കൈവിട്ടതെന്ന് ചോദിക്കാം, നോ പ്രോബ്ലം. ഓക്കെ, ശരി. ഇനി അപ്പൊ എൽഷഡായിയുടെ കാര്യം കഴിഞ്ഞു, യഹോവ എന്ന കാര്യം കഴിഞ്ഞു. ഈ ട്രിനിറ്റി എവിടുന്ന ഉണ്ടായത്? അച്ഛൻ ഈ പറയുന്ന ട്രിനിറ്റി എവിടുന്ന ഉണ്ടായത്? കാരണം ഇവിടെ നിങ്ങൾ ഈ പറയുന്ന സാധനം ഇല്ല. ചിരിച്ചിട്ട് കാര്യമില്ല. കാരണം ക്രൂശിൽ കിടക്കുന്ന എൽഷഡായി അല്ല പിതാവ്.
അല്ല, എനിക്കറിയാൻ മേലാത്ത കാര്യം. അച്ഛൻ എവിടെ നിന്ന് ഉണ്ടാക്കിയെന്ന് അയ്യോ എനിക്ക് വയ്യ. താൻ അച്ഛൻ നോക്ക്, ജീവിതത്തില് കർത്താവ് ഈ ഭൂമിയിൽ ചരിച്ച കാലം മൊത്തവും കേട്ടനുസരിച്ച വാക്കുകളും കർത്താവ് ചെയ്ത പ്രവൃത്തിയൊക്കെയും എൽഷഡായതായിരുന്നു എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? പിതാവ് എന്ന് പറയാം, അല്ല, അല്ലെങ്കിൽ തന്റെ പിതാവിന്റെ അതും പ്രശ്നമാവും. അപ്പൊ ഈ രണ്ടുപേരെ പിതാവിനോട് പുത്രൻ സംസാരിച്ചതെല്ലാം എൽഷദായിയോടല്ല സംസാരിച്ചത്. അത് വളരെ കൃത്യമായിട്ട് താൻ തന്റെ പിതാവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, തന്റെ പിതാവിനോട്. ഡിസ്റ്റിങ്ഷൻ വേറെയാണ്, മനസ്സിലായോ? ഡിസ്റ്റിങ്ഷൻ വേറെയാണ്. എൽഷഡായി അല്ല അപ്പൊ പിതാവ് എന്നുള്ളത് ഉറപ്പിച്ചു. ഈ പിതാവിനെ എവിടെ കാണാൻ പറ്റും? ആ പിതാവിനെ പുത്രന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, മനസ്സിലായില്ല? അതുകൊണ്ടാണ് പിതാവിനെ കാണിച്ചു തരണം എന്ന് പറഞ്ഞ, അല്ലാതെ അവരാരും ചോദിച്ചില്ല ദൈവത്തെ എനിക്ക് കാണിച്ചു തരാമെന്നല്ല ചോദിച്ചത്. നിന്റെ പിതാവിനെ കാണിച്ചു, എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നത്. അപ്പൊ പിതാവ് ഡിസ്റ്റിങ്ഷൻ ആണ്. അതെ, ഈ പുത്രൻ അല്ലെങ്കിൽ വന്ന കർത്താവ് ആരായിരുന്നു എന്ന് അച്ഛൻ ആദ്യം പറഞ്ഞേ? പിതാവിന്റെ പുത്രനാണ് പുത്രൻ, അല്ലെങ്കിൽ യേശു കർത്താവ്. കർത്താവ് ആരായിരുന്നു? കർത്താവ് ആരായിരുന്നു? ആ, യേശു കർത്താവ് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ ഇൻകാർണേഷൻ, മനുഷ്യാവതാരമാണ് യേശു കർത്താവ്. ഓക്കെ, ഇതിനെ കുറിച്ച് എവിടെയെങ്കിലും മുൻകാലത്ത് പ്രവചനങ്ങളുണ്ടോ? പിന്നെ കന്യക ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കുമെന്ന് യെശയ്യായുടെ ഇത് 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവനെ പറ്റിയാണ് പറഞ്ഞത്. ഒറിജിനലില് അത് എഴുതിയിരിക്കുന്ന യുവതി എന്നാണ്, എന്നാൽ സെപ്റ്റജിന്റ് ട്രാൻസ്ലേഷനിൽ അത് കന്യക എന്നാണ്. ഓക്കെ, അപ്പൊ ഈ പ്രവചനം എഴുതിയിട്ടുള്ളത് എൽഷഡായി ആണോ, അതോ യഹോവയാണോ, അതോ പിതാവിന്റെ ആൾക്കാരാണോ? ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവിടെ ഇപ്പൊ ഒരു കാര്യം നടക്കാൻ പോവുകയാണ്, അത് ദൈവത്തിന്റെ അവിടെ ഇരിക്കുന്ന ആരുടെ കയ്യിലും അത് കൊടുക്കുന്നത് ആ ഇൻഫർമേഷൻ. ഇപ്പൊ നമ്മുടെ കയ്യില് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ അമേരിക്കയിൽ ഇരിക്കുകയാണ്, ഇപ്പൊ ട്രംപറ്റ് മിനിസ്റ്റേഴ്സിനാണ് ഭരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം നിലനിന്നെങ്കിൽ അത് ട്രംപിന്റെ കൊടുക്കും, അത് ഇവിടെ എല്ലാവർക്കും കൊടുക്കും. സോ ഫൈൻ, ഇറ്റ് ഡസന്റ് മാറ്റർ അത് ആരുടേതാണ്. ഇപ്പം മാറ്റമല്ല, എന്നെ കുറിച്ച് മാത്രമല്ല. Who is in charge at that point of time? He is responsible for taking the message from whoever it is. അല്ലാതെ ഞാനിപ്പോ പറയുവാണ്, ഇപ്പൊ ഇവിടെ ഇപ്പൊ ഒരു വലിയൊരു നാശം സംഭവിക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ ഇപ്പം അത് ഡെമോക്രാറ്റിന്റെ ഒരു ഇതായിരുന്നു പറയുന്നത്. എനിക്ക് പിടികിട്ടി എന്ന് പറഞ്ഞാൽ പിതാവ് താൻ പ്ലാൻ ചെയ്ത പദ്ധതിയെ എൽഷഡായി അറിയിച്ചു, യഹോവയെ അറിയിച്ചു, എന്നിട്ട് പിന്നെ പിതാവ് അവരെല്ലാം കൗൺസിലുള്ളതല്ല, അവരെല്ലാം അറിയുന്നുണ്ട്. They will all know what is happening. അതായത് പിതാവ് അറിയിക്കേണ്ട കാര്യങ്ങൾ എല്ലാം അവരങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കുന്നു. അപ്പൊ എൽഷഡായി അവർ കൗൺസിൽ, ഇപ്പൊ നമ്മുടെ ഒരു കൗൺസിൽ ഓഫ് ഗോഡ്സില് വൺ ഓഫ് ദ ഗോഡാണ് എൽഷഡായി, വൺ ഓഫ് ദ ഗോഡാണ് യാഹ്വേ. സോ അവർക്ക് രണ്ടുപേർക്കും ഈ കാര്യങ്ങളെ പറ്റി അറിവുണ്ട്. പിടികിട്ടി. അപ്പം ക്രൂശിൽ കിടന്നുകൊണ്ട് വിളിച്ചത് പിതാവിനെ ആയിരുന്നില്ല, എൽഷഡായി ആയിരുന്നു. പക്ഷെ അവർ പിതാവിനെ വിളിക്കുന്നുണ്ട്, പിതാവേ പിതാവേ എന്ന് വിളിച്ചാൽ അല്ല, ഏലി ഏലി എന്ന് വിളിച്ചത് പിതാവിനെ വിളിക്കത്തില്ല. ഓക്കെ, അല്ലെ എൽഷഡായി എന്ന് വിളിച്ചത് എൽഷഡായി. കാരണം അത് ദൈവം എന്നാണ്. ദൈവമേ 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 നീ എന്നെ കൈവിട്ടതെന്നാണ്. ഇപ്പൊ ദൈവം എന്ന സംജ്ഞയില് അവിടെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കർത്താവാണ്. ഹു ഈസ് ഇൻ ചാർജ്, El Shaddai, and just call that name, period. ഞാൻ ഈ പറയുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് ലൈൻ ബൈ ലൈൻ ഒത്തു പോകുന്ന സാധനം. എനിക്കിപ്പോ അല്ല, ഇത് ഇതുവരെ പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞെന്നുള്ള മനസ്സിലായി. ഇതുവരെ ഞാൻ കരുതിയ ഈ എൽഷായി എന്നുള്ളത് പിതാവാണ് എന്ന്, അല്ലെങ്കിൽ അങ്ങനെ. അതുകൊണ്ടല്ല ഞങ്ങൾ ഈ യഹോവയൊക്കെ എടുത്തിട്ട് ചാമ്പുന്നത്, മനസ്സിലായോ? പിതാവൻ ദൈവമാണ്, ചാമ്പാൻ നമ്മളെ കൊണ്ട് പറ്റുമോ?
എന്താ നിങ്ങൾ പിതാവിനെ എങ്ങും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാ കാര്യം. പിതാവിനെ എങ്ങും കാണാനില്ല എന്നുള്ളതാണ് വസ്തുത. പിതാവിനെ കാണാൻ ഒറ്റ വ്യക്തിയേ ഉള്ളൂ. ഇത് നമ്മൾ സംസാരത്തിനിടയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ സാധനമാണെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളിപ്പം നിങ്ങളെ സംബന്ധിച്ച് ഞാനിത് വേറെ ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ ഇത് കേൾക്കണം. ഇത് കേട്ടിട്ട് ഞാൻ താഴെ ഇരിക്കുന്നവർ പറയാം. ഇത് കേട്ടിട്ട് എന്നോട് ഇതിന്റെ എക്സ്പ്ലനേഷനോ ഒരു കാര്യമോ ആരും ചോദിച്ചു ഞാൻ ഇങ്ങനത്തെ കാര്യം പറഞ്ഞിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടില്ല, അത്രേ ഉള്ളൂ. ഞാനിത് ഞാൻ ഈ ക്ലബ് ഹൗസിലെ വളരെ റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞ 4 വർഷമായിട്ട് കേൾക്കുന്ന ഒരു ശബ്ദത്തിന്റെ ഉടമയാണ് ബൈജു ബ്രദർ. വാട്ട് എവർ ഹി ഹാസ് ഡിഫറൻസ്, ബട്ട് ഐ ഫീൽ he is a true seeker and he ഇന്ന് വരെ എന്നെ ഒരു കളിയാക്കുകയോ അല്ലെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ അടുത്ത് ഈ കാര്യം ഷെയർ ചെയ്യാമെന്ന് എനിക്ക് ഒരു ബോധ്യത്തിന്റെ പുറത്താണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പൊ ഇത് ജസ്റ്റ് ഫോർ ഈ ബൈജു ബ്രദറിന് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞാണ്. ഇത് നാളെ നിങ്ങൾ എന്നോട് വന്നിട്ട് അവിടെ ഇവിടെ ഇരുന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞല്ല ഇതിങ്ങനെയല്ല അതങ്ങനെയല്ല ഇത് യാക്കോക്കാരുടെ തിയോളജി അല്ല, ഇതിനൊന്നിനും എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. ഇത് ഞാനും ബൈജു ബ്രദറും മാത്രമുള്ള ഒരു കോൺവെർസേഷനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡോട്ട്സ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. അതിനകത്ത് എന്റെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല എന്നുള്ളത് ഞാൻ ഇതിൽ അറിയിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ ക്ലെയിം ചെയ്യാനോ അന്ന് ഞാനല്ല ഇങ്ങനെ ഇതൊന്നും ഞാൻ പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊക്കെ റെക്കോർഡായിട്ട് ഇവിടെ കിടക്കണം. അതിനു വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം. ആവട്ടെ ചെറിയ ഞാൻ ഇനി അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിക്ക് ബുദ്ധിമുട്ടില്ല. നമ്മൾ ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാലേ യവന്മാരെല്ലാം പിന്നെ താഴെ കണ്ടോ ടോണിയൊക്കെ കഴുത്ത് നീട്ടി പിടിച്ചുള്ള ഇരിപ്പ് കണ്ടോ, അവന്റെ ഇരിപ്പ് കാണുമ്പോഴേ നമുക്ക് പറ്റും. ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, നമുക്കൊന്നും പറയണ്ട. ഇനി മിണ്ടണ്ട. ഇനി ഇത് പൊട്ടൻ ചത്തോലെ കിടക്കണം കേട്ടോ ഈ വിഷയത്തിൽ. ഞാൻ എന്നോട് ചോദിച്ചാണെന്നും പറയുന്നത്. ഉറങ്ങുന്നവരെല്ലാം എഴുന്നേറ്റ് ചില രഹസ്യങ്ങളൊക്കെ പിടികിട്ടി. സുനീഷ വെറുതെ വാ. എഴുന്നേറ്റോ ചിറമേലുണ്ടോ? കണ്ട ഞാൻ ആ ഉറക്കം ഉറക്കിയിട്ടേ അവരെ കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ട എന്നാ ഉറക്കാന്ന്. ഇതാണ് ഉറക്കം. പഠിപ്പിക്കുന്ന തിയോളജി വല്ലത് കാണോ അതോ അച്ഛൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച രസങ്ങളിൽ പെട്ടതാണോ എന്തോ ഇത്? എനിക്ക് ഞാനിപ്പോ എന്നാ പറഞ്ഞത് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളൊന്നും കേട്ടിട്ടുമില്ല, അത്രേ ഉള്ളൂ. ഞാൻ ഇവരെ ഉറക്കിയതോടുകൂടി ഇവര് കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ടു. ചിറമേലെ എഴുന്നേക്ക്, ചിറമേലെ നേരം വെളുത്തു. എഴുന്നേറ്റ് മുള്ളിട്ട് കിടക്കലോ. കണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ ഒരുത്തനെ ഉറക്കി കഴിഞ്ഞ് ഇവർ കംപ്ലീറ്റ് ഉറക്കമായിരുന്നു. അതാണ് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുകയായിരുന്നു ബൈജു ബ്രദറെ. കണ്ടോ നമ്മുടെ പവർ കണ്ടോ? 2 എണ്ണം കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ട. ഇതാണ് കളി.